യെസ്. ഇപ്പോഴും ഐ മീൻ വീഡിയോയ്ക്ക് സ്റ്റക്ക് വരുന്നുണ്ടോ? ഓക്കെ. യെസ്. ഹരീഷ്മ. ഓക്കെ, വോയിസ് ക്ലിയർ ആണ്. ബട്ട് ഓക്കെ. യെസ്. മണികർണിക. ഓക്കെ. ഓക്കെ. യെസ്. ഓക്കെ ആണ്. ഏതായാലും ഞാൻ എന്ത് ചെയ്യാം, ഇന്നലെ ചെയ്ത പോലെ ഞാൻ അതിൻ്റെ റെക്കോർഡിങ്ങും കൂടെ ഇതിന് ശേഷം ഞാൻ എന്ത് ചെയ്യാം, പ്രൊവൈഡ് ചെയ്യാം. അപ്പം ഇൻ കേസ് നിങ്ങൾക്ക് ഒന്നുകൂടെ ക്വിക്കായിട്ടൊന്ന് കാണണമെന്നുണ്ടെങ്കിൽ റെക്കോർഡഡ് സെഷൻസ് ഒന്ന് ഫോളോ ചെയ്താൽ മതി. ഓക്കെ. സോ ഇൻ കേസ് എവിടെയെങ്കിലും നിങ്ങൾക്ക് സ്റ്റക്ക് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഡെഫിനറ്റ്ലി നിങ്ങൾ വീഡിയോ ഒന്നുകൂടെ കാണണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് ക്വിക്കായിട്ടുള്ള റിവിഷൻ ആയിരിക്കും. ഓക്കെ. ഞാൻ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു 5 മിനിറ്റ് കുറച്ച് കാര്യങ്ങൾ, ഇപ്പം ഫോർ ദ ഫസ്റ്റ് ടൈം ക്ലാസ്സുകൾ കാണുന്ന ആൾക്കാരുണ്ടായിരിക്കും, അവർക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾ റെഗുലറായിട്ട് അല്ലെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു ഭാഗങ്ങൾ ഒരു തവണ പഠിക്കാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ ക്ലാസ് നിങ്ങൾക്ക് കാണുന്ന സമയത്ത് പല കാര്യങ്ങളും പല കൺസെപ്റ്റുകളും നിങ്ങൾക്ക് മനസ്സിലാവാത്തതായിരിക്കും. ഓക്കെ. പല കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവില്ല, പലതും ഇടയ്ക്ക് വിട്ടു പോകുന്നത് പോലെയൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും. കാരണം ഇത് നമ്മുടെ ഒരു ഫുൾ ഫ്ലെഡ്ജ് ആയിട്ടുള്ള ക്ലാസ് അല്ല, റിവിഷൻ ക്ലാസ് ആണ്. അപ്പോൾ റിവിഷൻ ക്ലാസ് എന്ന് പറയുന്ന സമയത്ത് അതിൽ മുഴുവൻ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക, മറിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കൺസെപ്റ്റുകൾ മാത്രം പെട്ടെന്ന് പറഞ്ഞു പോകായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരൊറ്റ ക്ലാസ്സിൽ നമ്മൾ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലി മുതൽ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി വരെ വരുന്ന ഭാഗങ്ങളായിരിക്കും കവർ ചെയ്യുന്നത്. അതിനുശേഷം യൂണിയൻ എക്സിക്യൂട്ടീവ്, സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് ഉണ്ടായിരിക്കും. അതിനുശേഷം പിന്നീടായിരിക്കും നമ്മൾ ലെജിസ്ലേച്ചർ ആ ഭാഗങ്ങളിലേക്ക് കടക്കുന്നത്. അങ്ങനെ ഒരു 3 ഭാഗങ്ങളായിട്ടായിരിക്കും നമ്മൾ എൻ്റയർ കോൺസ്റ്റിറ്റ്യൂഷൻ കവർ ചെയ്യുന്നത്. അതിനുശേഷം സിവിക്സിലേക്ക് പോവുമായിരിക്കും ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ റെഗുലർ ആയിട്ടുള്ള ഒരു ക്ലാസ്സുകൾ അല്ലെങ്കിൽ റെഗുലർ ആയിട്ടുള്ള ഒരു പഠനമോ ചെയ്യാതെ ഈ ക്ലാസ് കേൾക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഇത് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. പല കാര്യങ്ങളും അവർക്ക് മനസ്സിലാവാതെ മിസ്സായിക്കൊണ്ടായിരിക്കും പോകുന്നത്. അപ്പോൾ നമ്മുടെ റെഗുലർ ആയിട്ടുള്ള ക്ലാസ്സുകൾ ഫോളോ ചെയ്ത് വന്നിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ PYQ സെഷൻസ് ഒക്കെ അങ്ങനെ കണ്ടിന്യൂസ്ലി അറ്റൻഡ് ചെയ്ത് വന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ക്ലാസ്സുകളിൽ പല കാര്യങ്ങളും പറഞ്ഞു പോകുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്ത് വരാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ. അപ്പോൾ ആ കാര്യം ഞാൻ ആദ്യം തന്നെ പറയാണ്. ജസ്റ്റ് ആ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ശ്രദ്ധിക്കാം. ഓക്കെ. യെസ്. അപ്പോൾ എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. ജസ്റ്റ് ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുമ്പ് 1-2 ഇൻഫർമേഷൻസ്. നമ്മുടെ ഡിഗ്രി മെയിൻസ് ബാച്ച്, ഓക്കെ, അതുപോലെ തന്നെ ഡിഗ്രി മെയിൻസിൻ്റെ മെൻറ്റർഷിപ്പ് ബാച്ച്, അതുപോലെ തന്നെ ഡിഗ്രി ലോങ് ടേം ബാച്ചുകൾ, ഈ ബാച്ചുകളുടെ ഒക്കെ അഡ്മിഷൻ കറൻ്റ്ലി ഗോയിങ് ഓൺ ആണ്. അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിലേക്കൊക്കെ അഡ്മിഷൻ എടുക്കാം. അഡ്മിഷൻ എടുക്കാനുള്ള നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ. കൂടുതൽ സമയം എടുക്കുന്നില്ല, നമുക്ക് നേരെ നമ്മുടെ സെഷനിലേക്ക് കിടക്കാം. സോ ആദ്യമായിട്ട് ഓക്കെ, അതുപോലെ PYQൻ്റെ ക്രാഷ് കോഴ്സും വരുന്നുണ്ട്. ദെൻ അടുത്തത് നമ്മളിനി നേരിട്ട് നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കുകയാണ്. നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാനുള്ളത് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലി എന്ന് പറയുന്നതാണ്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലി ഒക്കെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്കറിയാം ഒരുപാട് ഭാഗങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നുണ്ട്. അതൊന്നും നമ്മൾ നോക്കുന്നില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ഭാഗങ്ങളാണ് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലിയുടെ ജസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷനാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലി എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. 1947 ആകുന്ന സമയത്ത് ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് ലഭിക്കുന്നുണ്ട്. ആ സമയത്ത് ഇന്ത്യക്ക് നമുക്ക് സ്വന്തമായിട്ട് ഒരു ഭരണഘടന രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത അല്ലെങ്കിൽ രൂപീകൃതമായിട്ടുള്ള ഒരു ബോഡിയാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലി. ഓക്കെ. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ നിങ്ങൾ നോക്കേണ്ട കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലി എന്നുള്ളതാണ്. ഓക്കെ. യെസ്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലി എന്ന് പറയുന്ന ബോഡിയുടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലി എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ഐഡിയ ആദ്യമായിട്ട് പ്രപ്പോസ് ചെയ്യുന്നത് MN റോയി ആണ്. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. 1934 തന്നെ MN റോയി കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യക്ക് വേണ്ടിയിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി മാത്രമായിട്ട് ഒരു ബോഡി വേണം എന്ന ഒരു പ്രപ്പോസൽ ആദ്യമായിട്ട് മുന്നോട്ടേക്ക് വെക്കുന്നത് MN റോയി ആണ്. ഈ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വയ്ക്കണം. ഇനി നമ്മൾ ഇങ്ങനെ മുന്നോട്ടേക്ക് വെച്ച ഈ ഒരു പ്രപ്പോസൽ ആദ്യമായിട്ട് അംഗീകരിക്കുന്നത് ഓഗസ്റ്റ് ഓഫറാണ്. അതിനുശേഷം പിന്നീട് ക്യാബിനറ്റ് മിഷൻ അത് ഇൻ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഇൻ ആക്ഷൻ അത് അംഗീകരിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലി രൂപീകരിക്കുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പല സമയത്തായിട്ട് PSC ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ്. ഇനി കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലിയുടെ രൂപീകരണം നടന്നതിന് ശേഷം അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ, രൂപീകരണം നടന്നതിന് ശേഷം അതിൻ്റെ സ്ട്രെങ്ത്ത് കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ നമ്മുടെ ടോട്ടൽ ആയിട്ടുള്ള സ്ട്രെങ്ത്ത് എന്ന് പറയുന്നത് 389 മെമ്പേഴ്സ് ആയിരുന്നു. അതിൽ ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിന്ന് 292 മെമ്പേഴ്സും അതുപോലെ തന്നെ പ്രിൻസിലി സ്റ്റേറ്റിൽ നിന്ന് 93 മെമ്പേഴ്സും ദെൻ ചീഫ് കമ്മീഷണേഴ്സ് പ്രൊവിൻസിൽ നിന്ന് 4 മെമ്പേഴ്സുമായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിനുശേഷം പിന്നീട് പാർട്ടീഷൻ നടക്കുന്നുണ്ട്, ഇന്ത്യ പാകിസ്ഥാൻ പാർട്ടീഷൻ നടക്കുന്നുണ്ട്. അങ്ങനെ പാർട്ടീഷൻ നടക്കുന്ന സമയത്ത് പിന്നീട് ഇന്ത്യയുടെ മാത്രമായിട്ട് വരുന്ന കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലിയിൽ ഉണ്ടായിരുന്ന മെമ്പേഴ്സ് എന്ന് പറയുന്നത് 299 പേരായിരുന്നു.
അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് നമ്പേഴ്സ് ആരൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ക്ലാസ്സിൽ പഠിച്ചതാണ്. പക്ഷേ ഏറ്റവും കൂടുതലായിട്ട് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള നമ്പേഴ്സ് ഇത്രയും നമ്പേഴ്സാണ്. അത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, നമ്പേഴ്സ് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾ വിട്ടാലും കുഴപ്പമില്ല. ഓക്കെ, യെസ്. ഇനി കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിർബന്ധമായിട്ടും ഓർത്ത് വെക്കേണ്ട ചില പേഴ്സണാലിറ്റീസ് വരുന്നുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ പ്രസിഡന്റ് ആയിട്ടുണ്ടായിരുന്ന വ്യക്തി ആരാന്നുള്ളത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്നത് HC മുഖർജിയാണ്. ദെൻ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി, കാരണം ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്ന് പറയുന്നത് ഭരണഘടന നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഭരണഘടനയ്ക്ക് അപ്രൂവൽ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി രൂപീകരിച്ചിരിക്കുന്നത്. ഭരണഘടന ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ബോഡി എന്ന് പറയുന്നത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ്. അങ്ങനെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുള്ള ഭരണഘടനയ്ക്ക് അപ്രൂവൽ കൊടുക്കുക എന്നതാണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. ആ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ഡോക്ടർ BR അംബേദ്കർ ആണ്. ആ കാര്യം കൂടെ ജസ്റ്റ് ഒന്ന് അവിടെ ഓർത്ത് വെക്കണം. ഇനി കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ അഡ്വൈസർ ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്ന വ്യക്തി എന്ന് പറയുന്നത് BN റാവു ആണ്. ഈ കാര്യങ്ങളൊക്കെ പലപ്പോഴായിട്ട് റിപ്പീറ്റ് ആയിട്ട് ചോദിച്ച ഇൻഫർമേഷൻസ് ആണ്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഇനി അതുപോലെ തന്നെ ഓർത്ത് വെക്കേണ്ട മറ്റു ചില കാര്യങ്ങളാണ്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ ഫസ്റ്റ് മീറ്റിംഗ് നടക്കുന്നത് December 9, 1946 December 9, 1946 ഫസ്റ്റ് മീറ്റിംഗ് നടക്കുന്നത്. ആ സമയത്ത് ടെമ്പററി ചെയർമാൻ എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയായിട്ടുണ്ടായിരുന്ന സച്ചിദാനന്ദ് സിൻഹയായിരുന്നു. അതും കൂടി ഓർത്ത് വെക്കണം. ആ സമയത്ത് ഏറ്റവും പ്രായമായിട്ടുള്ള വ്യക്തിയായിട്ടുള്ള സച്ചിദാനന്ദ് സിൻഹയെ ഫോർ എ ടെമ്പററി പീരീഡ്, താൽക്കാലികമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ ചെയർമാനായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം പിന്നീട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് വരുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇനി അതുപോലെ തന്നെ December 11, 1946 ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കുന്നത്. അതിനുശേഷം 1915, 47 നമ്മുടെ ഇന്ത്യ സ്വതന്ത്രമാകുന്നുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യ ഒരു സോവറിൻ ബോഡിയായിട്ട് മാറുന്നുണ്ട്. ഈ സോവറിൻ ബോഡി ആകുന്നതോട് കൂടിയിട്ട് തന്നെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയും ഒരു സോവറിൻ ബോഡിയായിട്ട് മാറുന്നുണ്ട്. അതുമാത്രമല്ല, ഇന്ത്യ പാകിസ്ഥാൻ പാർട്ടീഷൻ നടന്നതോട് കൂടിയിട്ട് ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ നിന്നുള്ള അംഗങ്ങൾ പോവുകയും ചെയ്യുന്നുണ്ട്. ഏകദേശം 90ഓളം അംഗങ്ങൾ പോകുന്നുണ്ട്. ബാക്കി വരുന്ന 299 അംഗങ്ങൾ മാത്രമായിരുന്നു 1947 ശേഷം കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ ഭാഗമായിട്ടുണ്ടായിരുന്നത്. ആ കാര്യം കൂടി ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം. ഇനി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് ഏകദേശം 2 വർഷവും 11 മാസത്തോളം നീണ്ടുനിന്ന ഒരു വലിയ പ്രോസസ്സായിരുന്നു. ആ പ്രോസസ്സിൻ്റെ അവസാനമായിക്കൊണ്ട് ആദ്യമായിട്ട് നമ്മൾ ഭരണഘടന അതിൻ്റെ ഫസ്റ്റ് ഇനാക്ട്മെൻറ്റ് എന്ന് പറയുന്നത് November 26, 1949 അതൊന്ന് ഓർത്ത് വയ്ക്കണം. ഓക്കെ, പൂർണ്ണമായിട്ടല്ല, എന്നാൽ ഭാഗികമായിട്ട് ഭരണഘടന ആദ്യമായിട്ട് അവതരിപ്പിക്കപ്പെടുന്നത് അല്ലെങ്കിൽ അംഗീകരിക്കപ്പെടുന്നത് November 26, 1949 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ഏരിയ ആണ്, അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ഡേറ്റ് ആണ്. അതുപോലെ വരുന്ന മറ്റൊരു ഡേറ്റ് ആണ് January 26, 1950 എന്ന് പറയുന്നത്. കാരണം ഈ സമയത്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്നത്. ഈ ഡേറ്റുകളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഈ ഭാഗത്ത് നിന്നൊക്കെ പലതരത്തിലുള്ള PSC ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഇവിടെയല്ല, കുറച്ചുകൂടെ മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എങ്ങനെയെല്ലാം വരാം എന്നുള്ള പോസിബിലിറ്റി പറയാം. അപ്പോൾ ഈ ഡേറ്റിൻ്റെ ഇമ്പോർട്ടൻസ്, സിഗ്നിഫിക്കൻസ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഈ ഡേറ്റുകളൊക്കെ നിർബന്ധമായിട്ടും ഓർത്ത് വെക്കണം. ഇതിൽ എസ്പെഷ്യലി ഓർത്ത് വെക്കേണ്ട 2 ഡേറ്റ് ആണ്. ഒന്ന് November 26, 1949, രണ്ടാമത്തത് January 26, 1950 എന്ന് പറയുന്നത്. ഈ 2 ഡേറ്റുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റുകളാണ്, ഓർത്ത് വെക്കണം. ഓക്കെ, യെസ്. ഇനി പ്രധാനമായിട്ടുള്ള, നിങ്ങൾക്കറിയാം കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള കമ്മിറ്റികൾ വരുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ തവണ PSC ചോദിച്ചിട്ടുള്ള കമ്മിറ്റികളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി വരുന്നുണ്ട്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് BR അംബേദ്കർ ആണ്. ഓക്കെ, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് വരുന്നത് BR അംബേദ്കർ ആണ്. അതുപോലെ തന്നെ യൂണിയൻ പവേഴ്സ് കമ്മിറ്റി വരുന്നുണ്ട്. അതിൻ്റെ ഹെഡായിട്ട് അല്ലെങ്കിൽ ചെയർമാനായിട്ട് വരുന്നത് December 13 ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ പാസ്സാക്കുന്നുണ്ട്. ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജവഹർലാൽ നെഹ്റു ആണ് അത് പാസ്സാക്കുന്നത്. ഓക്കെ, യെസ്. ഇനി അതുപോലെ തന്നെ അവതരിപ്പിക്കുന്നത്, പാസ്സാക്കുന്നത് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയാണ്. ഓക്കെ, യെസ്. ഇനി അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് യൂണിയൻ പവേഴ്സ് കമ്മിറ്റി എന്ന് പറയുന്നത്. ജവഹർലാൽ നെഹ്റു ആണ് അതിൻ്റെ ഹെഡ് അല്ലെങ്കിൽ ചെയർമാനായിട്ട് വരുന്നത്. ദെൻ യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി വരുന്നുണ്ട്. ജവഹർലാൽ നെഹ്റു തന്നെയാണ് അതിൻ്റെയും ഹെഡായിട്ട് വരുന്നത്. ദെൻ അതുപോലെ തന്നെ പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷണൽ കമ്മിറ്റി വരുന്നുണ്ട്. സർദാർ വല്ലഭായ് പട്ടേലാണ് അതിൻ്റെ ചെയർമാനായിട്ട് വരുന്നത്. അതുപോലെ അഡ്വൈസറി കമ്മിറ്റി ഓൺ ഫണ്ടമെൻ്റൽ റൈറ്റ് വരുന്നുണ്ട്. സർദാർ വല്ലഭായ് പട്ടേലാണ്. ഏറ്റവും കൂടുതൽ തവണ PSC കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ ഭാഗമായിട്ട് വന്നിട്ടുള്ള പ്രധാന കമ്മിറ്റികളിൽ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള 5 കമ്മിറ്റികളാണ് കൊടുത്തിരിക്കുന്നത്. ഇനി അഥവാ പുറത്തുനിന്ന് ഏതെങ്കിലും കമ്മിറ്റികൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് എലിമിനേഷൻ ഉപയോഗിച്ചിട്ട് ആൻസറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റും. ഈ 5 കമ്മിറ്റികൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. കാരണം PSCക്ക് ഏറ്റവും ഇഷ്ടമായിട്ട് വരുന്ന 5 കമ്മിറ്റികളാണ് റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, യെസ്. ദെൻ അടുത്തത്
വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് മെയിൻ ഫംഗ്ഷൻസ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലി. കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലിയുടെ സുപ്രധാനമായിട്ടുള്ള ഫംഗ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത്. ഒന്നാമത്തെ ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞു കോൺസ്റ്റിറ്റ്യൂഷൻ മേക്ക് ചെയ്യുക അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഇനാക്ട് ചെയ്യുക എന്ന് പറയുന്ന വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഫ്രെയിമിംഗ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലിയുടെ ഉത്തരവാദിത്തമായിരുന്നു. ഇവിടുന്ന് പൊട്ടൻഷ്യലായിട്ട് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യം പറയുന്നത് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലിയുടെ ഫംഗ്ഷൻസ് എന്തൊക്കെയായിരുന്നു എന്നുള്ള രൂപത്തിൽ അങ്ങനെ തന്നെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, വിച്ച് അമംഗ് ദ ഫോളോയിങ് വർ ദ ഫംഗ്ഷൻസ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലി. താഴെ തന്നിരിക്കുന്നതിൽ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലിയുടെ ഫംഗ്ഷൻസ് ആയിട്ട് വരുന്നത് എന്തെല്ലാം കാര്യങ്ങളാണ് എന്നുള്ള രൂപത്തിലേക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ ചോദ്യം വരാം, പ്രത്യേകം ശ്രദ്ധിക്കണം. അതിൽ ഏറ്റവും ആദ്യം വരുന്നത് ഫ്രെയിമിംഗ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനാണ്. നിങ്ങൾക്ക് ഡൗട്ട് ഒന്നും വരുന്നില്ല, ഡെഫിനറ്റ്ലി അത് വരുന്നുണ്ട്. ഏകദേശം 2 വർഷവും 11 മാസവും 18 ദിവസവും എടുത്തിട്ടാണ് കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കിംഗ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആകുന്നത്. ആ കാര്യം ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്തു വെക്കണം. ഇതിനടുത്തതാണ് ലെജിസ്ലേറ്റീവ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. ലെജിസ്ലേറ്റീവ് ഫംഗ്ഷൻസ് വരുന്നുണ്ട്. ആ ലെജിസ്ലേറ്റീവ് ഫംഗ്ഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് നമുക്ക് ഫസ്റ്റ് ഗവൺമെൻറ് ഇതുവരെ രൂപം കൊണ്ടിട്ടില്ല. ഫസ്റ്റ് ഗവൺമെൻറ് അധികാരത്തിലേക്ക് വരുന്നത് 1951 ആകുന്ന സമയത്താണ്. അപ്പോൾ അതുവരെ 1947 മുതൽ 1951 വരെ ഇന്ത്യക്ക് വേണ്ടിയിട്ടുള്ള സുപ്രധാനമായിട്ടുള്ള നിയമങ്ങൾ പാസ്സാക്കുകയും അത് അംഗീകാരത്തിൽ കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ടായിരുന്ന ബോഡി എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലിയാണ്. അത്രയും കാലം ഇന്ത്യക്ക് പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ബഡ്ജറ്റ് അവതരിപ്പിക്കുകയും അത് പാസ്സാക്കുകയും ചെയ്തത് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലിയാണ്. അതുവരെ ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു ഗവൺമെൻറ് രൂപീകരിക്കുകയും ആ ഗവൺമെൻറ്റിന് അധികാരം നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലിയാണ്. ഇടക്കാല ഗവൺമെൻറ് എന്നൊക്കെ നമ്മൾ അതിനെ സാധാരണ വിളിക്കാറുണ്ട്. ഇതെല്ലാം ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലിയാണ് നിർവഹിച്ചിട്ടുള്ളത്. ആ കാര്യം കൂടെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്തു വെക്കണം. ഓക്കെ, അപ്പം 1947 മുതൽ 1950 വരെ വരുന്ന കാലഘട്ടത്തിലെ ഒരു പ്രൊവിൻഷ്യണൽ അല്ലെങ്കിൽ ഒരു ടെമ്പററി പാർലമെൻ്റ് ആയിട്ട് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലി പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. കാരണം നിയമനിർമ്മാണം ചെയ്തത് അവരാണ്, ബഡ്ജറ്റ് അവതരിപ്പിച്ചതും അത് പാസ്സാക്കിയതും കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലിയാണ്. ഇതൊക്കെ സാധാരണ ചെയ്യുന്നത് പാർലമെൻറ്റാണ്. ആ ഫംഗ്ഷൻസ് എല്ലാം തന്നെ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലി ചെയ്തിട്ടുണ്ട്, നിർവഹിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ലെജിസ്ലേറ്റീവ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ലെജിസ്ലേറ്റീവ് ഫംഗ്ഷൻസ് അതും കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലി നിർവഹിച്ചിട്ടുണ്ട്. ഓർത്തു വെക്കണം, ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യമാണ്. ദെൻ അടുത്തത് അഡോപ്ഷൻ ഓഫ് ദി നാഷണൽ സിംബൽസ്. 3 കാര്യങ്ങളാണ് വരുന്നത്. ഒന്ന്, നാഷണൽ സിംബൽ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നാഷണൽ സിംബൽ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നാഷണൽ ഫ്ലാഗ് അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ നാഷണൽ ആന്തം ആൻഡ് നാഷണൽ സോങ് അതും അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ 3 കാര്യങ്ങൾ അല്ലെങ്കിൽ നാഷണൽ ആന്തവും സോങ്ങും സെപ്പറേറ്റ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 4 കാര്യങ്ങൾ. ഈ 4 കാര്യങ്ങളും അഡോപ്റ്റ് ചെയ്യുന്നത്, പാസ്സാക്കുന്നത് നമ്മുടെ ഇന്ത്യയുടെ ഔദ്യോഗിക ചിഹ്നങ്ങളായിട്ടും രേഖകളായിട്ടും അല്ലെങ്കിൽ സിംബൽസ് ആയിട്ടും അഡോപ്റ്റ് ചെയ്യുന്നത് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലി പാസ്സാക്കുന്നതോട് കൂടിയിട്ടാണ്. അതും കൂടെ ഓർത്ത് വയ്ക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ താഴെ തന്നിരിക്കുന്നതിൽ ഏതെല്ലാമാണ് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലി പാസ്സാക്കിയത് അല്ലെങ്കിൽ ഇനാക്ട് ചെയ്തത് എന്നുള്ള രൂപത്തിലേക്കും റിപ്പീറ്റ് ആയിട്ട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ പ്രധാനമായിട്ടും വരുന്നത് ഒന്ന് നാഷണൽ ഫ്ലാഗ് വരുന്നുണ്ട്, നമ്മുടെ ദേശീയ പതാക വരുന്നുണ്ട്. അടുത്തതാണ് ഈ പറയുന്ന ജനഗണമന അല്ലെങ്കിൽ നമ്മുടെ നാഷണൽ ആന്തം വരുന്നുണ്ട്. അടുത്തത് വന്ദേ മാതരം, നമ്മുടെ നാഷണൽ സോങ് വരുന്നുണ്ട്. ഇങ്ങനെ 3 കാര്യങ്ങൾ നിർബന്ധമായിട്ടും ഒന്ന് ഓർത്തു വയ്ക്കണം. ഓക്കെ, നാഷണൽ ഫ്ലാഗ് വരുന്നുണ്ട്, നാഷണൽ ആന്തം വരുന്നുണ്ട്, നാഷണൽ സോങ് വരുന്നുണ്ട്. ഈ പറയുന്ന 3 കാര്യങ്ങളും ഇനാക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ പാസ്സാക്കിയത് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലിയാണ്. ഇനി അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലിയുടെ സ്വഭാവം എന്താണ് എന്നുള്ള രൂപത്തിലും PSC ചോദിക്കാറുണ്ട്. ഇപ്പോൾ ഡിഫറൻറ്റ് രൂപത്തിലേക്കാണ് സ്റ്റേറ്റ്മെൻറ്റ് വരാറുള്ളത്. ചില സമയത്ത് ചോദിക്കാറുണ്ട് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലി എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി എലക്റ്റഡ് ബോഡിയാണ് എന്നുള്ള രൂപത്തിലേക്ക് സ്റ്റേറ്റ്മെൻറ്റ് തരാറുണ്ട്. ഓക്കെ, അതായത് ഫസ്റ്റ് ഓഫ് ഓൾ ഒന്ന് പറയാറുള്ളത് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലി ഈസ് എ കംപ്ലീറ്റ്ലി എലക്റ്റഡ് ബോഡി എന്നുള്ള രൂപത്തിലേക്ക് ചോദിക്കാറുണ്ട്. ഓക്കെ, ദെൻ രണ്ടാമത് എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലി ഈസ് കംപ്ലീറ്റ്ലി ഡോമിനേറ്റഡ് ബൈ ദി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നുള്ള രൂപത്തിലേക്ക് പറയാറുണ്ട്. ദെൻ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറയാറുള്ളത് ഇൻ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലി സെക്ടേറിയൻ ബേസ്ഡ് റെപ്രസെൻറ്റേഷൻ ഇസ് given to different communities എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ഡിഫറൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ ശരിയായിട്ട് വരുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അവിടേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നാമത്തത് ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലി എന്ന് പറയുന്നത് 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അങ്ങനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ആ സമയത്ത് അതൊരു സോവറിൻ ബോഡി ആയിരുന്നില്ല. 1947 ശേഷമാണ് ഇതൊരു സോവറിൻ അല്ലെങ്കിൽ പരമാധികാര ബോഡി ആയിട്ട് മാറുന്നത്. അത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്തു വയ്ക്കണം. ഓക്കെ, കാരണം അതിനുശേഷമാണ് നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടുന്നത്. അതൊന്ന് ഓർത്തു വയ്ക്കണം. ഇനി അതുപോലെ തന്നെ മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റ് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലിയെക്കുറിച്ച് പറയാറുള്ളതാണ് ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഡെമോക്രാറ്റിക് അല്ലെങ്കിൽ ജനാധിപത്യപരമായിരുന്നു എന്ന് പറയാറുണ്ട്. എന്നാൽ ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലി ഡെമോക്രാറ്റിക് ആയിരുന്നില്ല. ഓക്കെ, ഡെമോക്രാറ്റിക് ആയിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. കാരണം ഡെമോക്രാറ്റിക് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എലക്ട് ചെയ്ത, നമ്മൾ തിരഞ്ഞെടുക്കുന്ന ആൾക്കാർ ആയിരിക്കണം. അവൻ ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലിയിലുള്ള മെമ്പേഴ്സിനെ നമ്മൾ വോട്ട് ചെയ്ത് തിരഞ്ഞെടുത്ത ആൾക്കാർ ആയിരുന്നില്ല.
ഓക്കെ, കാരണം അവിടെ ഇൻഡയറക്റ്റ് ഇലക്ഷനാണ്. പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളായിരുന്നു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ മെമ്പേഴ്സായിട്ട് മാറിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇൻഡയറക്റ്റ് ഇലക്ഷൻ ആയതുകൊണ്ട് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വാസ് എ ഡെമോക്രാറ്റിക് ബോഡി എന്ന് പറയുന്നത് തെറ്റാണ്. ഇറ്റ് വാസ് നോട്ട് കംപ്ലീറ്റ്ലി എ ഡെമോക്രാറ്റിക് ബോഡി, പാർഷ്യലി ആണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. സോ ഇറ്റ് ഈസ് നോട്ട് എ ഫുള്ളി ഡെമോക്രാറ്റിക് ബോഡി. അപ്പോൾ അവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, സ്റ്റേറ്റ്മെൻറ്റ് വരാൻ സാധ്യതയുണ്ട് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വാസ് എ ഫുൾ ഡെമോക്രാറ്റിക് ബോഡി എന്ന് പറയാം, അത് തെറ്റാണ്. ഓക്കെ, ഫുള്ളി ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ബോഡി അല്ല. അതിന് കാരണം ഓർത്ത് വയ്ക്കുക, കാരണം ഇലക്ഷൻ്റെ ബേസിൽ നമ്മൾ വോട്ട് ചെയ്ത് ജനങ്ങൾ വോട്ട് ചെയ്ത മെമ്പേഴ്സ് ആയിരുന്നില്ല കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ ഉണ്ടായിരുന്നത്. കാരണം അന്നത്തെ കാലഘട്ടം നിങ്ങൾക്കറിയാം, ഇൻഡിപെൻഡൻസ് കിട്ടിയ ആ ഒരു സമയമാണ്. ആ സമയത്ത് ഒരു വോട്ടിംഗ് ഒക്കെ നടത്തിയിട്ട് എലക്ട് ചെയ്തെടുക്കാനുള്ള സമയവും സാഹചര്യവും നമുക്ക് ഉണ്ടായിരുന്നില്ല. ഓക്കെ, യെസ്. ദെൻ അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ്, അന്നത്തെ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പാർട്ടി എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വാസ് ഡോമിനേറ്റഡ് ബൈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഓക്കെ, ദാറ്റ് ഈസ് ഡോമിനേറ്റഡ് ബൈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത് ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. നിർബന്ധമായിട്ടും അതൊന്ന് ഓർത്ത് വയ്ക്കണം, ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യമാണ്. ഓക്കെ, ദെൻ അടുത്തതാണ് പ്രിയമ്പിൾ അല്ലെങ്കിൽ ആമുഖം എന്ന് പറയുന്നത്, നമ്മുടെ ഭരണഘടനയുടെ ആമുഖം. ഇത്രയും കാര്യങ്ങളാണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ നിന്ന് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കേണ്ടത്. ഇനി നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് പ്രിയമ്പിൾ അല്ലെങ്കിൽ ഭരണഘടനയുടെ ആമുഖം എന്ന് പറയുന്ന ഭാഗമാണ്. ഓക്കെ, പ്രിയമ്പിൾ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ അവിടേക്ക് വരുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആ പ്രിയമ്പിൾ നന്നായിട്ട് ഒരു തവണയെങ്കിലും വായിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പ്രിയമ്പിളിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് എന്നുള്ളത് പ്രിയമ്പിളിൽ തന്നെ ബോൾഡായിട്ട് കൊടുത്തിട്ടുണ്ട്, ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തത് കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ പ്രിയമ്പിളിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ തന്നെ സോഴ്സ് ഓഫ് പവർ എന്ന് പറയുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. ഓക്കെ, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. ആരാണ് നമ്മുടെ ഭരണഘടനയുടെ സോഴ്സ് ഓഫ് പവർ? ഓക്കെ, അധികാരം അല്ലെങ്കിൽ ആരിൽ നിന്നാണ് അധികാരം നമ്മുടെ ഭരണഘടനയ്ക്ക് ഗവൺമെൻറ്റിന് ലഭിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, എക്സാക്ട്ലി ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ്റെ കണ്ടിന്യൂഷനായിട്ടാണ് പ്രിയമ്പിൾ വരുന്നത്. നമ്മുടെ ആ ഒരു ഒബ്ജക്റ്റീവ് എന്താണ് എന്നുള്ള കാര്യമാണ് ഇവിടെ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, കാരണം അവരിൽ നിന്നാണ് ഗവൺമെൻറ്റിനായാലും ഭരണഘടനയ്ക്കായാലും അധികാരം ലഭിക്കുന്നത്. ആ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തു വയ്ക്കണം. അടുത്തത് പ്രിയമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിനെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം എങ്ങനെയുള്ളൊരു രാജ്യമാണ് എന്ന് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ആ ഡെഫിനിഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. ഓക്കെ, നമ്മുടെ പ്രിയമ്പിൾ നമ്മുടെ രാജ്യത്തിനെ ഡിഫൈൻ ചെയ്യുന്നത് സോവറിൻ പരമാധികാരമുള്ള ബോഡിയാണ്. സോഷ്യലിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യലിസം ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നതെന്ന് പറയുന്നു. സെക്യുലർ ആണ് മതേതരത്വമാണ് എന്ന് പറയുന്നുണ്ട്. ഡെമോക്രാറ്റിക് ജനാധിപത്യമാണെന്ന് പറയുന്നുണ്ട്. റിപ്പബ്ലിക് ആണ് എന്ന് പറയുന്നുണ്ട്. ഈ 5 കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വയ്ക്കണം. ഇതിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വയ്ക്കേണ്ട 2 വാക്കുകളാണ് ഈ പറയുന്ന 2 വാക്കുകൾ എന്ന് പറയുന്നത്. സോഷ്യലിസ്റ്റ് അതുപോലെ തന്നെ സെക്യുലർ എന്ന് പറയുന്നത്. സോഷ്യലിസ്റ്റ് ആൻഡ് സെക്യുലർ എന്ന് പറയുന്നത് കാരണം ഈ 2 വാക്കുകളും ആഡ് ചെയ്യുന്നത് 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് 1976 ഓക്കെ, 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് 1976 ഈ 2 വാക്കുകൾ നമ്മുടെ ഭരണഘടനയിലേക്ക് ആഡ് ചെയ്യുന്നത്. അതൊന്ന് ഓർത്ത് വയ്ക്കണം. അപ്പോൾ ഇവിടെ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് 1950 ഇന്ത്യയുടെ സ്റ്റാറ്റസ് എന്തായിരുന്നു എന്നുള്ള രൂപത്തിലേക്ക് ചോദ്യം വരാം. വാട്ട് വാസ് ദ സ്റ്റാറ്റസ് ഓഫ് ദി ഇന്ത്യ ഡ്യൂറിങ് 1950? അപ്പോൾ ആ ഒരു രൂപത്തിലേക്ക് ചോദ്യം വരാൻ സാധ്യതയുണ്ട്, അതൊന്ന് ഓർത്ത് വയ്ക്കണം. 1950 ഇന്ത്യയുടെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് സോവറിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആണ്. അത് ഈ പറയുന്ന രൂപത്തിലേക്ക് മാറുന്നത് 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് പ്രകാരമാണ്. ഈ അമെൻമെൻറ്റിനെ നമ്മൾ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നും വിളിക്കാറുണ്ട്. 42ാമത്തെ ഭരണഘടനാ ഭേദഗതിയെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നും വിളിക്കാറുണ്ട്. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം അല്ലെങ്കിൽ പ്രിയമ്പിൾ ഒരു തവണ മാത്രമേ അമെൻഡ് ചെയ്യപ്പെട്ടിട്ടുള്ളൂ, ഭേദഗതി ചെയ്യപ്പെട്ടിട്ടുള്ളൂ. അത് 42ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. അതും കൂടെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വയ്ക്കണം, ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യമാണ്. ഇനി നമ്മുടെ പ്രിയമ്പിൾ മുന്നോട്ടേക്ക് വെക്കുന്ന പ്രധാനമായിട്ടുള്ള ചില പ്രിൻസിപ്പിൾസ് വരുന്നുണ്ട്. ആ പ്രിൻസിപ്പിൾസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വയ്ക്കണം. പ്രധാനമായിട്ട് മുന്നോട്ടേക്ക് വെക്കുന്നത് 4 പ്രിൻസിപ്പിൾസ് ആണ്. ഒന്നാമത്തത് ജസ്റ്റിസ്, നീതി വരുന്നുണ്ട്. ഓക്കെ, പ്രിയമ്പിൾ മുന്നോട്ടേക്ക് വെക്കുന്ന ഒന്നാമത്തെ പ്രിൻസിപ്പിളാണ് ജസ്റ്റിസ് എന്ന് പറയുന്നത്, ഓർത്ത് വയ്ക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഏതെല്ലാം തരത്തിലുള്ള ജസ്റ്റിസ് ആണ്, നീതിയാണ് നമ്മുടെ ഭരണഘടന മുന്നോട്ടേക്ക് വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് സോഷ്യൽ, അതുപോലെ തന്നെ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ. ഓക്കെ, സോഷ്യോ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ജസ്റ്റിസ് നമ്മുടെ ഭരണഘടന മുന്നോട്ടേക്ക് വെക്കുന്നുണ്ട്. ഇതൊന്ന് ഓർത്ത് വെക്കണം. ഇതിൽ തന്നെ ഈ പറയുന്ന പൊളിറ്റിക്കൽ ജസ്റ്റിസ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഡെമോക്രസി എന്ന് പറയുന്നത് റിഫ്ലക്റ്റ് ചെയ്തു വരുന്നത് ഫണ്ടമെൻ്റൽ റൈറ്റ്സിലാണ്. സോഷ്യോ എക്കണോമിക് എന്ന് പറയുന്നത് DPSPയിലാണ് വരുന്നത്. ഓക്കെ, DPSPയിലാണ്. അതും കൂടെ കണക്ട് ചെയ്തിട്ട് ഒന്ന് പഠിച്ചു വെക്കണം. നമ്മുടെ പ്രിയമ്പിൾ ഭരണഘടനയുടെ ആമുഖം
ജസ്റ്റിസ് എന്ന് പറയുന്നുണ്ട്, നീതി എന്ന് പറയുന്നുണ്ട്. ആ നീതിയിൽ പ്രധാനമായിട്ടും സോഷ്യോ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ജസ്റ്റിസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതിൽ സോഷ്യോ എക്കണോമിക് അല്ലെങ്കിൽ സോഷ്യൽ ആൻഡ് എക്കണോമിക് വരുന്നത് DPSPയുടെ ഭാഗമായിട്ടാണ്, പൊളിറ്റിക്കലിൻ്റെ ഭാഗമായിട്ടാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് വരുന്നത്. ഈ രണ്ട് കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കണം. അടുത്തതാണ് ലിബർട്ടി എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഓക്കെ, ലിബർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാതന്ത്ര്യമാണ്. ഏതെല്ലാം തരത്തിലുള്ള സ്വാതന്ത്ര്യമാണ് നമ്മുടെ പ്രിയമ്പിൾ മുന്നോട്ടേക്ക് വെക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിബർട്ടി ഓഫ് തോട്ട്, എക്സ്പ്രഷൻ, ബിലീഫ്, ഫെയ്ത്ത് ആൻഡ് വേർഷിപ്പ്. നമുക്ക് ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യം വരുന്നുണ്ട്, കാര്യങ്ങളെ അവതരിപ്പിക്കാനുള്ള, എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്വാതന്ത്ര്യം വരുന്നുണ്ട്, നമുക്ക് വിശ്വാസത്തിനുള്ള സ്വാതന്ത്ര്യം വരുന്നുണ്ട്, അതുപോലെ തന്നെ ഫെയ്ത്ത്, ഓക്കെ, അതും ഈ പറയുന്ന പോലെ മതപരമായിട്ടുള്ള അങ്ങനത്തെ വിശ്വാസങ്ങൾ അതും വരുന്നുണ്ട്. അടുത്തത് വേർഷിപ്പ്, ആരാധനയ്ക്കുള്ളത് വരുന്നുണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ ഭരണഘടനയിൽ പറയുന്ന ഫണ്ടമെൻ്റൽ റൈറ്റ്സും അതുപോലെ തന്നെ നമ്മുടെ പ്രിയമ്പിളിൽ പറയുന്ന ലിബർട്ടിയും തമ്മിൽ ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പ്രിയമ്പിൾ നമുക്ക് നൽകുന്ന റൈറ്റ്സ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ പ്രിയമ്പിൾ നമുക്ക് നൽകുന്ന ലിബർട്ടി ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. കൃത്യമായിട്ട് ഓർത്തു വെക്കണം. ഓക്കെ, നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ് നമുക്ക് നൽകുന്ന റൈറ്റ്സ് ഏതൊക്കെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇക്വാലിറ്റി വരുന്നുണ്ട്. ഓക്കെ, ഇക്വാലിറ്റി വരുന്നുണ്ട്. ദെൻ റൈറ്റ് ടു ലൈഫ് വരുന്നുണ്ട്, റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ വരുന്നുണ്ട്. ദെൻ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് റൈറ്റ് ഓഫ് റിലീജിയൻ വരുന്നുണ്ട്. ദെൻ അതുപോലെ തന്നെ റൈറ്റ്സ് ഓഫ് ദി മൈനോറിറ്റീസ് വരുന്നുണ്ട്. ദെൻ അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസിന് വേണ്ടിയിട്ട് വരുന്ന റൈറ്റ്സ് വരുന്നുണ്ട്. ഇങ്ങനെ ഒരു കൂട്ടം റൈറ്റ്സ് ഫണ്ടമെൻ്റൽ റൈറ്റ്സിന് കീഴിലായിട്ട് ഭരണഘടന നമുക്ക് നൽകുന്നുണ്ട്. എന്നാൽ പ്രിയമ്പിളിൽ വരുന്ന ലിബർട്ടിയുടെ കീഴിൽ വളരെ കൃത്യമായിട്ടുള്ള റൈറ്റ്സ് മാത്രമാണ് വരുന്നത്. കൺഫ്യൂസിംഗ് ആയിട്ട് ചോദിക്കാം. ഓക്കെ, വിച്ച് among the following liberties are given under the preamble of the Indian Constitution? ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ലിബർട്ടി ഓഫ് തോട്ട്, ലിബർട്ടി ഓഫ് എക്സ്പ്രഷൻ, ലിബർട്ടി ഓഫ് ഫെയ്ത്ത് ആൻഡ് വേർഷിപ്പ്. ദെൻ അതുപോലെ തന്നെ ലിബർട്ടി ഫ്രം ദി എക്സ്പ്ലോയിറ്റേഷൻ. ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് നൽകാൻ സാധ്യതയുണ്ട്. അതിൽ ലിബർട്ടി ഫ്രം ദി എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുന്നത് പ്രിയമ്പിളിൻ്റെ ഭാഗമായിട്ട് വരുന്നില്ല, അത് വരുന്നത് ഫണ്ടമെൻ്റൽ റൈറ്റ്സിലാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ട്വിസ്റ്റഡ് ആയിട്ട് ചോദ്യം വരാൻ സാധ്യതയുണ്ട്. നല്ല പ്രസൻസ് ഓഫ് മൈൻഡ് വേണം. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്ന സമയത്ത് സിമ്പിളാണ്, പക്ഷേ നല്ല പ്രസൻസ് ഓഫ് മൈൻഡ് ഇല്ലെങ്കിൽ തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ലിബർട്ടി ഓഫ് തോട്ട് വരുന്നുണ്ട്. ഓക്കെ, ലിബർട്ടി ഓഫ് തോട്ട് വരുന്നുണ്ട്, എക്സ്പ്രഷൻ വരുന്നുണ്ട്, ബിലീഫ് വരുന്നുണ്ട്, ഫെയ്ത്ത് ആൻഡ് വേർഷിപ്പ് വരുന്നുണ്ട്. ഓക്കെ, ഫെയ്ത്ത് ആൻഡ് വേർഷിപ്പ് വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. അടുത്തത് ഇക്വാലിറ്റിയാണ്. ഓക്കെ, അതായത് സമത്വം അല്ലെങ്കിൽ തുല്യത എന്ന് പറയുന്നത് പ്രധാനമായിട്ടും സ്റ്റാറ്റസ് ആൻഡ് ഓപ്പർച്യൂണിറ്റിയാണ് വരുന്നത്. ഓക്കെ, ഇക്വാലിറ്റി ഓഫ് സ്റ്റാറ്റസ് വരുന്നുണ്ട്, ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട്. ഇക്വാലിറ്റി ഓഫ് സ്റ്റാറ്റസ് വരുന്നുണ്ട്, ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട്. ഇത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ആർട്ടിക്കിൾ 14 നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ ആർട്ടിക്കിൾ 14 മുതൽ ആർട്ടിക്കിൾ 18 വരെ ഈ പറയുന്ന ഇക്വാലിറ്റി വരുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ആർട്ടിക്കിൾ 14 എന്ന് പറയുന്നത് ഇക്വാലിറ്റി ബിഫോർ ലോ വരുന്നുണ്ട്. ആർട്ടിക്കിൾ 15 എന്ന് പറയുന്ന സമയത്ത് ഇക്വാലിറ്റി ഓഫ് സ്റ്റാറ്റസ് ആണ് വരുന്നത്. ആർട്ടിക്കിൾ 16 എന്ന് പറയുന്നത് ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ആണ്. ആർട്ടിക്കിൾ 17 എന്ന് പറയുന്നത് റൈറ്റ് അഗെയിൻസ്റ്റ് അൺടച്ചബിലിറ്റി ആണ്. ആർട്ടിക്കിൾ 18 എന്ന് പറയുന്നത് അബോളിഷൻ ഓഫ് ദ ടൈറ്റിൽസ് ആണ്. അതും ഈ പറയുന്ന പോലെ തന്നെ ഇക്വാലിറ്റി ഓഫ് സ്റ്റാറ്റസ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പ്രിയമ്പിൾ പറയുന്ന ഇക്വാലിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റാണ് അവിടെ റിഫ്ലക്റ്റ് ചെയ്ത് വരുന്നത്. ഓർത്ത് വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തതാണ് ഫ്രറ്റേണിറ്റി എന്ന് പറയുന്നത്. ഫ്രറ്റേണിറ്റി എന്ന് പറയുന്ന സമയത്ത് സാഹോദര്യമാണ് വരുന്നത്. ഇനി ഇവിടുത്തെ ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനും കൂടെ പറഞ്ഞു തരികയാണ്, പ്രെഡിക്റ്റ് ചെയ്യാണ്. അതായത് പ്രിയമ്പിൾ, ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, DPSP, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി. 4 കാര്യങ്ങൾ വരുന്നുണ്ട്. ഒന്ന് പ്രിയമ്പിൾ വരുന്നുണ്ട്, ഫണ്ടമെൻ്റൽ റൈറ്റ് വരുന്നുണ്ട്, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി വരുന്നുണ്ട്, DPSP വരുന്നുണ്ട്. ഈ പറയുന്ന കാര്യങ്ങളിൽ ഓവർലാപ്പായിട്ട് വരുന്നത് എന്ന് വെച്ചാൽ PSC ചോദിക്കും, ഒരൊറ്റ കാര്യം ചോദിക്കും. ഓക്കെ, ഒരു കാര്യം ചോദിക്കും, ഇത് താഴെ പറയുന്ന നമ്മുടെ ഭരണഘടനയുടെ ഭാഗമായിട്ട് വരുന്ന ഏതെല്ലാം ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ള രൂപത്തിലേക്ക് ചോദ്യം വരാൻ നല്ല സാധ്യതയുണ്ട്. ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, ഞാൻ അതിൻ്റെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ തരാം. നിങ്ങൾക്കത് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കത് ഈസി ആയിട്ട് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ അവസാനത്തിലേക്ക് ഒരു ഡയഗ്രാം ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് ഒരു ഈസി ആയിട്ട് ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുന്ന സമയത്ത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ വരുന്നുണ്ട്, DPSPയിൽ വരുന്നുണ്ട്, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിൽ വരുന്നുണ്ട്. അപ്പോൾ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സമയത്ത് 3ലും വരുന്നുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് കിട്ടും. ഓക്കെ, എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് 3ലും വരുന്നുണ്ട്. അപ്പോൾ ഈ രൂപത്തിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഏതെല്ലാം കാര്യങ്ങൾ എവിടെയെല്ലാം വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ ഈ നോട്ടിൻ്റെ അവസാനം കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അറ്റ്ലീസ്റ്റ് എക്സാമിനേഷൻ ഹാളിൽ കയറുന്നതിന് മുമ്പെങ്കിലും ഒന്ന് നോക്കുക.
ഓക്കെ, ഓരോന്നും എവിടെയാണ് വരുന്നത് എന്നുള്ളത്. കാരണം ഇത് പലപ്പോഴും റിപ്പീറ്റ് ആയിട്ട് ചോദിക്കാറുണ്ട്. നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് PYQ അനലൈസ് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു ടേബിൾ പോലും പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഒരുപക്ഷെ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഇതുപോലൊരു ടേബിൾ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നില്ല. കാരണം അവിടെ നമ്മൾ കൺസെപ്റ്റ് പഠിച്ച് പോവാണ് ചെയ്തത്. ഇത് PYQ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് ഓക്കെ ഇങ്ങനെയെല്ലാം ചോദ്യങ്ങൾ വരുന്നുണ്ട്, അത് നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ മനസ്സിലാക്കാം, ടാക്കിൾ ചെയ്യാം എന്ന് നോക്കുന്ന സമയത്താണ് ഇതുപോലെ കൃത്യമായിട്ടുള്ളൊരു ടേബിൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ റൈറ്റ്, DPSP, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി എല്ലാത്തിലും വരുന്നുണ്ട്. ദെൻ ഇക്വാലിറ്റി അല്ലെങ്കിൽ സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുന്നത് എല്ലാത്തിലും വരുന്നുണ്ട്, പ്രിയമ്പിളിലും വരുന്നുണ്ട്. ഓക്കെ, എൻവിറോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 21 കെയിൽ വരുന്നുണ്ട്, ആർട്ടിക്കിൾ 48A വരുന്നുണ്ട്, ആർട്ടിക്കിൾ 51 എന്ത് വരുന്നുണ്ട്, ഈ പറയുന്ന എൻവിറോൺമെൻറ്റ് വരുന്നുണ്ട്, ആർട്ടിക്കിൾ 51 ക്ലോസ് Gയിൽ വരുന്നുണ്ട്. അപ്പോൾ എൻവിറോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നതും ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി, DPSP, ഫണ്ടമെൻ്റൽ റൈറ്റ് എല്ലാത്തിൻ്റെയും ഭാഗമായിട്ട് വരുന്നുണ്ട്. ദെൻ പ്രൊട്ടക്ഷൻ ഓഫ് ദി വീക്കർ സെക്ഷൻ. അപ്പോൾ ഇങ്ങനെ ഓരോന്നും ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓടിച്ച് നോക്കണം. നോട്ടിൻ്റെ അവസാനത്തിൽ കൊടുത്തിട്ടുണ്ട്, തീർച്ചയായിട്ടും അതൊന്ന് റെഫർ ചെയ്യണം. ഓക്കെ, റെഫർ ചെയ്യാതെ പോരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ഭാഗമാണ്. റിപ്പീറ്റ് ആയിട്ട് ചോദ്യം അവിടുന്ന് ചോദിക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, യെസ്. ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇക്വാലിറ്റി ഈ ഒരു ഭാഗം ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ വരുന്ന ഭാഗങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിട്ടാണ് വരുന്നത്. അടുത്തതാണ് ഫ്രറ്റേണിറ്റി അല്ലെങ്കിൽ സാഹോദര്യം എന്ന് പറയുന്നത്. ഓക്കെ, ഫ്രറ്റേണിറ്റി അല്ലെങ്കിൽ സാഹോദര്യം എന്ന് പറയുന്നത്. യെസ്, PYQയിലും ഇതുപോലത്തെ ഒരു ഭാഗം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് കുറച്ചുകൂടെ കോംപ്രിഹെൻസീവ് ആണ്. ഡിഫറൻ്റ് ആയിട്ടുള്ള PYQ എല്ലാം കൂടെ ക്ലബ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ടേബിൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്, അതുകൊണ്ടാണ്. ഓക്കെ, യെസ്. ഇനി അടുത്തതാണ് ഇക്വാലിറ്റി ഓഫ് സ്റ്റാറ്റസ്, അതുപോലെ തന്നെ ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട്. ആൻഡ് ടു പ്രൊമോട്ട് എമംഗ് ദം ഓൾ. ഓക്കെ, അയ്യോ കട്ടായോ? ഓക്കെ, യെസ്. ആ കൺഫ്യൂസിങ് ഏരിയ ആയിരിക്കും, അതുകൊണ്ടാണ് ഞാൻ ഒരു ഭാഗം അങ്ങനെ ആഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ തീർച്ചയായിട്ടും ആ നോട്ട് നിങ്ങളൊന്ന് റെഫർ ചെയ്യണം. ക്ലാസ് കഴിഞ്ഞാൽ ഞാൻ നോട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, യെസ്. ദെൻ അടുത്തത്, ഓക്കെ, അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് ഇക്വാലിറ്റി ഓഫ് സ്റ്റാറ്റസ്, അതുപോലെ തന്നെ ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ഇവിടെ പ്രൊമോട്ട് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ്. അടുത്തതാണ് ഫ്രറ്റേണിറ്റി അല്ലെങ്കിൽ സാഹോദര്യം എന്ന് പറയുന്നത്. ഓക്കെ, ഫ്രറ്റേണിറ്റി അല്ലെങ്കിൽ സാഹോദര്യം എന്ന് പറയുന്നത്, അപ്പോൾ അവിടെ വരുന്നതാണ് ഡിഗ്നിറ്റി ഓഫ് ദി ഇൻഡിവിജ്വൽ വരുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ഭരണഘടനയിൽ എന്താണ് ഫ്രറ്റേണിറ്റി പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫ്രറ്റേണിറ്റി എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ആൻസർ പറയാൻ വേണ്ടിയിട്ട് പറ്റണം. ഓക്കെ, ഫ്രറ്റേണിറ്റി എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കണം. നമ്മുടെ പ്രിയമ്പിൾ പറയുന്നത് ഫ്രറ്റേണിറ്റി എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ് വരുന്നത്. ഒന്ന് ഡിഗ്നിറ്റി ഓഫ് ദി ഇൻഡിവിജ്വൽ ആണ്. ഓക്കെ, ഡിഗ്നിറ്റി ഓഫ് ദി ഇൻഡിവിജ്വൽ, ഒരു വ്യക്തിയുടെ ഡിഗ്നിറ്റി അല്ലെങ്കിൽ ആത്മാഭിമാനം വരുന്നുണ്ട്. രണ്ടാമത്തെ കാര്യമാണ് അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്, യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ദി നേഷൻ. ഓക്കെ, യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ദി നേഷൻ, യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ദി നേഷൻ. അതും കൂടെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രിയമ്പിളിൽ ഫ്രറ്റേണിറ്റി എന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രണ്ട് കാര്യങ്ങളും മാർക്ക് ചെയ്യണം. നമ്മൾ ആലോചിക്കും ഫ്രറ്റേണിറ്റി എന്ന് പറയുന്ന സമയത്ത് ഡിഗ്നിറ്റി ഓഫ് ദി ഇൻഡിവിജ്വൽ മാത്രമായിരിക്കും നമ്മുടെ മൈൻഡിലേക്ക് വരുന്നത്. അല്ല, ഓക്കെ, അത് മാത്രമല്ല വരുന്നത്. നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, നിന്നെപ്പോലെ നിന്നെ അയൽക്കാരനെയും നീ എന്ത് ചെയ്യണം, സ്നേഹിക്കണം എന്ന് പറയാറുണ്ട്. സോ സെയിം കൺസെപ്റ്റാണ് ഫ്രറ്റേണിറ്റി എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി. ഓക്കെ, സാഹോദര്യം എന്ന് പറയുന്ന സമയത്ത് അതിലൂടെയാണ് നമ്മൾ പരസ്പരം എന്ത് ചെയ്യുന്നത്, സഹോദരന്മാരായിട്ട് തീരുന്നത്. അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും എന്ത് വേണം, ഐക്യം രൂപപ്പെടും. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടെ ഓർത്ത് വെക്കേണ്ടത്, ഈ പറയുന്ന ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്ന ടേമും കൂടെ നിങ്ങളൊന്ന് ഓർത്ത് വെക്കണം. ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്ന ടേമും നമ്മുടെ ഭരണഘടനയിലേക്ക് ആഡ് ചെയ്യപ്പെടുന്നത് 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ടിലൂടെയാണ്. ഓക്കെ, 42ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്ന കാര്യം കൂടി നമ്മുടെ ഭരണഘടനയിലേക്ക് ആഡ് ചെയ്യുന്നത്. ഓക്കെ, അതും കൂടി ഓർത്ത് വയ്ക്കുക. നമ്മുടെ 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റിലൂടെ 3 വാക്കുകളാണ് നമ്മുടെ ഭരണഘടനയുടെ ഭാഗമായിട്ട് വരുന്നത്: സോഷ്യലിസ്റ്റ്, സെക്യുലർ, അതുപോലെ തന്നെ ഇൻറ്റഗ്രിറ്റി. സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇൻറ്റഗ്രിറ്റി, ഈ പറയുന്ന 3 വാക്കുകളും 42ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ആഡ് ചെയ്യപ്പെടുന്നത്. ആ കാര്യം ഓർത്ത് വയ്ക്കണം. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യമാണ്. ഓക്കെ, 42ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യപ്പെടുന്നത്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഇനി അതുപോലെ തന്നെ അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് ഈ ഡേറ്റ് എന്ന് പറയുന്നത്, November 1949. ഓക്കെ, ആസ് പെർ ദ പ്രിയമ്പിൾ ദ കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് ഇനാക്റ്റഡ് ഓൺ വിച്ച് ഡേറ്റ് എന്ന് ചോദിക്കും. ഓക്കെ, പ്രിയമ്പിൾ പ്രകാരം നമ്മുടെ ഭരണഘടന ഇനാക്ട് ചെയ്യപ്പെട്ട വർഷം ഏതാണ് അല്ലെങ്കിൽ ഡേറ്റ് ഏതാണ് എന്നുള്ള രൂപത്തിലേക്ക് ചോദിക്കും. അത് November 1949 ആണ്, അല്ലാതെ January 1950 അല്ല. അതാണ് ഞാൻ പറഞ്ഞത്, ആ 2 ഡേറ്റുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യ എന്നാണ് റിപ്പബ്ലിക് ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും പറയും January 26, 1950 എന്ന് പറയും.
ഇന്ത്യ സോവറിൻ ആയത്, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം 1950 പറയാം. പക്ഷേ ഇന്ത്യൻ ഭരണഘടന ഇനാക്ട് ചെയ്തത് ആസ് പെർ ഇന്ത്യൻ പ്രിയമ്പിൾ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നവംബർ 1949 ആണ്. അതൊന്ന് ഓർത്തു വയ്ക്കണം. ഓക്കെ, യെസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പ്രിയമ്പിളിൽ നിന്ന് നിർബന്ധമായിട്ട് നിങ്ങൾ ഓർത്തു വെക്കേണ്ടത്, നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത്. ഓക്കെ, യെസ്. അടുത്തത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ എന്ത് ചെയ്യാണ് ഒന്ന് ടേബിളാക്കി കൊടുത്തതാണ്. ഒന്നാമത്തത് നമ്മുടെ പ്രിയമ്പിൾ എന്ന് പറയുന്നത് അതിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന കാര്യമാണ് സോഴ്സ് ഓഫ് ദി ഓതോറിറ്റി എന്ന് പറയുന്നത്. ആരിൽ നിന്നാണ് നമുക്ക് ഈ പറയുന്ന അല്ലെങ്കിൽ ആരിൽ നിന്നാണ് ഈ ഒരു അധികാരം നമ്മുടെ ഭരണഘടനയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെൻറ്റിന് ലഭിക്കുന്നത് എന്നുള്ളത് പറയുന്നുണ്ട്. സോഴ്സ് ഓഫ് ഓതോറിറ്റി പറയുന്നുണ്ട് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. ഓക്കെ, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, ജനങ്ങളിൽ നിന്നാണ് കിട്ടുന്നത് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിറൈവ്സ് പവേഴ്സ് ഫ്രം ദ പീപ്പിൾ. ഇങ്ങനെ ചിലപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ആൾട്ടർനേറ്റീവ് വേർഷൻ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷൻ ഡിറൈവ്സ് പവർ ഫ്രം ദ പീപ്പിൾ, അതൊന്ന് ഓർത്ത് വെക്കണം, ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു കൺസെപ്റ്റാണ്. അടുത്തത് നേച്ചർ ഓഫ് ദ സ്റ്റേറ്റ്. ഞാൻ പറഞ്ഞു നമ്മുടെ ഇന്ത്യയെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ്? സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക്. ഇതാണ് നമ്മുടെ ഇന്ത്യയുടെ സ്വഭാവം എന്ന് പറയുന്നത്. ഓക്കെ, സോ പ്രിയമ്പിൾ ഡിഫൈൻസ് ഇന്ത്യ, പ്രിയമ്പിൾ സ്റ്റേറ്റ്സ് ദ കണ്ടീഷൻ ഓഫ് ദി ഇന്ത്യ. ഇങ്ങനെയൊക്കെ ഡിഫറൻറ്റ് രൂപത്തിലേക്ക് ചോദ്യത്തിൽ സ്റ്റേറ്റ്മെൻറ്റ് വരാം. എങ്ങനെ വന്നു കഴിഞ്ഞാലും തെറ്റിക്കരുത്, കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് വെക്കണം. പ്രിയമ്പിൾ നമ്മുടെ ഇന്ത്യയെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിനടുത്തതാണ് സോഷ്യലിസ്റ്റ് അതുപോലെ തന്നെ സെക്യുലർ. ഈ രണ്ട് വാക്കുകൾ നമ്മുടെ ഭരണഘടനയിലേക്ക് ആഡ് ചെയ്യുന്നത് 42ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് വരുന്നതോട് കൂടിയിട്ടാണ്. ഓക്കെ, സോഷ്യലിസ്റ്റ്, സെക്യുലർ ഈ രണ്ട് കാര്യങ്ങളും 42ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ആഡ് ചെയ്യപ്പെടുന്നത്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം, ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ്. ഓക്കെ, യെസ്. ദെൻ അടുത്ത കൺസെപ്റ്റ് എന്ന് പറയുന്നതാണ് ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്നുള്ളത്. ഓക്കെ, നമ്മുടെ പ്രിയമ്പിളിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു കാര്യമാണ്. പ്രിയമ്പിൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളായിരുന്നു പ്രിയമ്പിളിനെ സംബന്ധിച്ചിട്ട് ജുഡീഷ്യലായിട്ട് അല്ലെങ്കിൽ കോടതിയുടെ മുമ്പിൽ കേസായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഒന്ന്, പ്രിയമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമാണ്. ഇസ് പ്രിയമ്പിൾ പാർട്ട് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗം ആയിരുന്നു. ഓക്കെ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത്തത് ക്യാൻ പ്രിയമ്പിൾ ബി അമെൻഡഡ്. ഓക്കെ, ക്യാൻ പ്രിയമ്പിൾ ബി അമെൻഡഡ്. ഓക്കെ, പ്രിയമ്പിൾ അമെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമോ? ഈ രണ്ട് കാര്യങ്ങൾ ബേസ് ചെയ്തിട്ട് ഒരുപാട് കേസുകൾ വരുന്നുണ്ട്. അതിൽ നിർബന്ധമായിട്ടും രണ്ട് കേസുകൾ മാത്രം നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നതാണ് ബെർബരി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബെർബരി കേസ് എന്നും പറയും. ഓക്കെ, ബെർബരി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ് വരുന്നുണ്ട്. ഈ കേസ് എന്ന് പറയുന്നതിൽ സുപ്രീം കോടതി പറയുന്നത് പ്രിയമ്പിൾ ഈസ് നോട്ട് പാർട്ട് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. പ്രിയമ്പിൾ എന്ന് പറയുന്നത് ഭരണഘടനയുടെ ഭാഗം അല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ബെർബരി യൂണിയൻ കേസിൽ പ്രിയമ്പിൾ ഈസ് നോട്ട് പാർട്ട് ഓഫ് എ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് പറയുന്നത്. നിർബന്ധമായിട്ടും അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. അടുത്തത് കേശവാനന്ദ ഭാരതി കേസ് വരുന്നുണ്ട്. ഈ കേസോട് കൂടിയിട്ടാണ് പ്രിയമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനയുടെ ഒരു ഇൻ്റഗ്രൽ പാർട്ടാണ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പ്രിയമ്പിൾ ഇസ് പാർട്ട് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് പ്രിയമ്പിൾ ക്യാൻ ബി അമെൻഡഡ്, പ്രിയമ്പിൾ അമെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എന്നും പറയുന്നുണ്ട്. ഓക്കെ, ഇതിൽ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യം എന്ന് പറയുന്നത് ബെർബരി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസാണ്. കാരണം ആ ഒരു കേസിലാണ് പ്രിയമ്പിൾ നമ്മുടെ ഭരണഘടനയുടെ ഭാഗം അല്ല എന്ന് പറയുന്നതും പ്രിയമ്പിൾ അമെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല എന്ന് പറയുന്നതും ആ ഒരു കേസിലാണ്. ഓക്കെ, അപ്പോൾ രണ്ട് കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം, ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യമാണ്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ കേശവാനന്ദ ഭാരതി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു കൺസെപ്റ്റാണ് ബേസിക് സ്ട്രക്ചർ ഡോക്ട്രൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ബേസിക് സ്ട്രക്ചർ ഡോക്ട്രൈൻ എന്ന് പറയുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, ബേസിക് സ്ട്രക്ചർ ഡോക്ട്രൈൻ എന്ന് പറയുന്ന ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളും കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് മനസ്സിലാക്കി വെക്കണം. ഇപ്പോൾ ബേസിക് സ്ട്രക്ചറിൻ്റെ കേസിലേക്ക് വരുന്ന സമയത്ത് ഇത് നമ്മുടെ ഭരണഘടനയിലോ സുപ്രീം കോടതിയോ ഡിഫൈൻ ചെയ്തിട്ടില്ല. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കുക, നോട്ട് ഡിഫൈൻഡ്. ഓക്കെ, അതുപോലെ തന്നെ നോട്ട് മെൻഷൻഡ്. ഓക്കെ, നോട്ട് മെൻഷൻഡ്. ഇത് നമ്മുടെ ഭരണഘടനയിൽ മെൻഷൻ ചെയ്യുകയോ അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്യുകയോ ചെയ്തിട്ടില്ല ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത് അത് നമ്മുടെ ഭരണഘടനയിൽ എവിടെയും പരാമർശിക്കുകയോ അതിനെ വിശദീകരിക്കുകയോ ചെയ്തിട്ടില്ല. പ്രത്യേകം ശ്രദ്ധിക്കണം, ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു ജുഡീഷ്യൽ ഇന്നവേഷനാണ്. ഓക്കെ, ജുഡീഷ്യൽ ഇന്നവേഷൻ ആണ്, അല്ലെങ്കിൽ ജുഡീഷ്യൽ ആക്ടിവിസം ആണ്. ഓക്കെ, ജുഡീഷ്യൽ ആക്ടിവിസം ആണ്. ആ കാര്യം കൂടെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം, ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ബേസിക് സ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടൊന്ന് ഓർത്ത് വയ്ക്കുക. ദെൻ ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഓരോ സമയത്തും ഇവോൾവ് ചെയ്ത് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ഇവോൾവ് ചെയ്ത് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, കൺസെപ്റ്റാണ്. ഡൈനാമിക് ആൻഡ് ഇവോൾവിംഗ് ആണ് ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഡൈനാമിക് ആൻഡ് ഇവോൾവിംഗ് ആണ്. ആൻഡ്
ഇവോൾവിംഗ് ആണ്. ഈ കാര്യം കൂടെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വയ്ക്കണം. അതുപോലെ തന്നെ ഓർത്ത് വയ്ക്കേണ്ട മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റാണ് കോൺസ്റ്റിറ്റ്യൂഷണലിസം എന്ന് പറയുന്നത്. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷണലിസം എന്ന് പറയുന്നത്. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷണലിസം എന്ന് പറയുന്ന ഈ ഒരു കൺസെപ്റ്റ് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം. എന്ന് വെച്ചാൽ ലിമിറ്റഡ് ഗവൺമെൻറ് എന്ന് പറയുന്നതാണ്. ഓക്കെ, ലിമിറ്റഡ് ഗവൺമെൻറ് എന്ന് പറയുന്ന കൺസെപ്റ്റാണ് കോൺസ്റ്റിറ്റ്യൂഷണലിസം എന്ന് പറയുന്നത്. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്കൊന്ന് റിമൈൻഡ് ചെയ്തു തരികയാണ്, അതും കൂടെ നിങ്ങൾ ഓർത്ത് വെക്കണം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണലിസം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ്. ഒരിക്കലും അത് മറന്നു പോകരുത്, കോൺസ്റ്റിറ്റ്യൂഷണലിസം എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഓക്കെ, സോ കോൺസ്റ്റിറ്റ്യൂഷണലിസം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രിയമ്പിളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഓർത്ത് വയ്ക്കേണ്ടത്. അപ്പോൾ പ്രിയമ്പിൾ എന്ന് പറയുന്ന ഭാഗം നമ്മൾ എന്ത് ചെയ്തു, കംപ്ലീറ്റ് ആക്കി. ഇനി നേരെ പോകാൻ വേണ്ടിയിട്ട് പോകുന്നത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ്. ഓക്കെ, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അല്ലെങ്കിൽ നമ്മുടെ മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്ന ഭാഗത്തേക്കാണ്. അപ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സിലേക്ക് വരുന്ന സമയത്ത് ഒന്നാമത്തത്, ഇത് നമ്മുടെ ഭരണഘടനയിലെ പാർട്ട് 3 മെൻഷൻ ചെയ്തിരിക്കുന്നത്. ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ് വരുന്നത്. ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ് നമ്മുടെ ഭരണഘടനയിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ കുറിച്ചിട്ട് പറയുന്നത്. അതിൽ തന്നെ കൃത്യമായിട്ട് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് വരുന്ന ആർട്ടിക്കിൾ എന്ന് പറയുന്നത് 14 മുതൽ 32 വരെയാണ്. ഓക്കെ, 14 മുതൽ 32 വരെയാണ് കൃത്യമായിട്ട് ആർട്ടിക്കിൾസ് വരുന്നത്. ഓക്കെ, ഇതിൽ 12, 13 ഈ പറയുന്ന ആർട്ടിക്കിൾസൊക്കെ, ഓക്കെ 12, 13 ഈ പറയുന്ന ആർട്ടിക്കിൾസൊക്കെ ജനറലായിട്ട്, 12, 13 പറയുന്ന ആർട്ടിക്കിൾസൊക്കെ ജനറലായിട്ട് സ്റ്റേറ്റ് എന്താണ്, അതുപോലെ തന്നെ ഒരു നിയമം എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം ജസ്റ്റ് ഒന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടൊന്ന് ഓർത്ത് വയ്ക്കുക. അതേ കാര്യം തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, പാർട്ട് 3 ആർട്ടിക്കിൾ 12 മുതൽ 15 വരെ കൊടുത്തിട്ടുണ്ട്. ദെൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു കൺസെപ്റ്റാണ് ഫണ്ടമെൻ്റൽ റൈറ്റ് എന്ന് പറയുന്നത്. ജസ്റ്റീഷ്യബിൾ പാർട്ട് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ഫണ്ടമെൻ്റൽ റൈറ്റ് എന്ന് പറയുന്നത് ജസ്റ്റീഷ്യബിൾ പാർട്ട് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. എന്നാൽ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി അതുപോലെ തന്നെ DPSP ഈ രണ്ട് കാര്യങ്ങളും നോൺ ജസ്റ്റീഷ്യബിൾ ആണ്. ഓക്കെ, നോൺ ജസ്റ്റീഷ്യബിൾ ആണ്. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി അതുപോലെ തന്നെ DPSP എന്ന് പറയുന്നത് നോൺ ജസ്റ്റീഷ്യബിൾ ആണ്, ഓർത്ത് വയ്ക്കണം. ഇനി ജസ്റ്റീഷ്യബിൾ എന്നുള്ളത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വെദർ ഇറ്റ് ഈസ് എൻഫോഴ്സിബിൾ ബൈ ദി കോർട്ട്, കോടതിക്ക് അത് ഇനാക്ട് ചെയ്ത് അത് നടപ്പാക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എൻഫോഴ്സിബിൾ ബൈ കോർട്ട് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോ, ഇറ്റ് ഈസ് നോട്ട് എൻഫോഴ്സിബിൾ ബൈ ദി ഇറ്റ് ഈസ് എൻഫോഴ്സിബിൾ ബൈ ദി കോർട്ട്. ഓക്കെ, പക്ഷേ ഈ പറയുന്ന ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി DPSP എന്ന് പറയുന്നത് നോട്ട് എൻഫോഴ്സിബിൾ. ഓക്കെ, നോട്ട് എൻഫോഴ്സിബിൾ. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വയ്ക്കണം. ഓക്കെ, യെസ് എക്സാക്ട്ലി 12 സ്റ്റേറ്റിൻ്റെ ഡെഫിനിഷൻ വരുന്നത്. ഓക്കെ, ആർട്ടിക്കിൾ 12 നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റിൻ്റെ ഡെഫിനിഷൻ വരുന്നുണ്ട്. സ്റ്റേറ്റിൻ്റെ ഡെഫിനിഷനിൽ പറയുന്നത് ഗവൺമെൻറ് ആൻഡ് ലെജിസ്ലേച്ചർ എന്നാണ്. ഓക്കെ, ആർട്ടിക്കിൾ 12 പ്രകാരം നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റിൻ്റെ ഡെഫിനിഷനാണ് വരുന്നത്. അവിടെ പറയുന്നത് ഗവൺമെൻറ് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ആൻഡ് ലെജിസ്ലേച്ചർ എന്നാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ് പെർ ആർട്ടിക്കിൾ 12 ജുഡീഷ്യറി എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ ഭാഗമല്ല. ഓക്കെ, ആസ് പെർ ആർട്ടിക്കിൾ 12 ജുഡീഷ്യറി എന്ന് പറയുന്നത് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗമല്ല, ഓർത്ത് വയ്ക്കണം. കൺഫ്യൂസിംഗ് ആയിട്ടുള്ളൊരു ഫാക്റ്റാണ്, ബട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, യെസ്. അടുത്തത് അവൈലബിൾ ടു, ഈ പറയുന്ന ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. അവൈലബിൾ ടു ഓൾ സിറ്റിസൺസ് അല്ലെങ്കിൽ ഓൾ പേഴ്സൺ ആണ്. അതായത് ഈവൻ നമ്മുടെ ഫോറിനേഴ്സ് ആയിട്ടുള്ള ആളുകൾക്കും ഈ പറയുന്ന ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. പക്ഷേ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി അതുപോലെ തന്നെ DPSP ഈ രണ്ട് കാര്യങ്ങളും ഓൺലി ടു സിറ്റിസൺ ആണ്. ഈ കാര്യം കൂടെ ഓർത്ത് വയ്ക്കണം. ഓക്കെ, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി അതുപോലെ തന്നെ DPSP എന്ന് പറയുന്നത് നോൺ ജസ്റ്റീഷ്യബിൾ ആണ്, ഓൺലി ടു സിറ്റിസൺ ആണ്. എന്നാൽ ഫണ്ടമെൻ്റൽ റൈറ്റ് എന്ന് പറയുന്നത് ജസ്റ്റീഷ്യബിൾ പാർട്ടാണ്, അപ്ലിക്കബിൾ ടു സിറ്റിസൺസ് ആസ് വെൽ ആസ് ഫോറിനേഴ്സ്. എന്നാൽ അവിടെയും വരുന്ന മറ്റൊരു കാര്യം വരുന്നുണ്ട്. 5 ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് ഇന്ത്യക്കാർക്ക് മാത്രം അവൈലബിൾ ആയിട്ട് വരുന്ന ഫണ്ടമെൻ്റൽ റൈറ്റ് ഉണ്ട്. അതും കൂടെ ഓർത്ത് വെക്കണം. ആർട്ടിക്കിൾ 15, 16, 19, 29, 30 ഈ പറയുന്ന 5 ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് ഓൺലി ടു ഇന്ത്യൻസ്. ഓക്കെ, ഈ പറയുന്ന 5 ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് ഇന്ത്യക്കാർക്ക് മാത്രം ബാധകമായിട്ട് വരുന്ന ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ്. അത് നിർബന്ധമായിട്ടും ഓർത്ത് വയ്ക്കുക. ബാക്കിയുള്ള ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് എല്ലാവർക്കും പൊതുവിൽ അപ്ലിക്കബിൾ ആയിട്ട് വരുന്ന റൈറ്റ്സ് ആണ്. ഓക്കെ, ഈ പറയുന്ന 5 റൈറ്റ്സ് ഇന്ത്യക്കാർക്ക് മാത്രമാണ്, ഓൺലി ടു ഇന്ത്യൻ സിറ്റിസൺസ് ആണ്. ആ കാര്യം ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വയ്ക്കണം. ഓക്കെ, യെസ് എക്സാക്ട്ലി. അടുത്തത് ഇത് റീസണബിൾ ആയിട്ടുള്ള, അതായത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് അബ്സല്യൂട്ട് അല്ല, അതുപോലെ തന്നെ സാക്രോസാങ്ക്റ്റ് അല്ല. രണ്ട് കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. അബ്സല്യൂട്ട് അല്ല, അതുപോലെ തന്നെ സാക്രോസാങ്ക്റ്റ് അല്ല.
എന്ന് വെച്ച് കഴിഞ്ഞാൽ പവിത്രമായതോ അല്ലെങ്കിൽ ലംഘിക്കപ്പെടാൻ പാടില്ലാത്തതോ അതല്ലെങ്കിൽ അമെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റാത്തതോ ഒന്നുമല്ല. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് അബ്സല്യൂട്ട് അല്ല, അതുപോലെ തന്നെ സാക്രോസാങ്ക്റ്റ് അല്ല. ഈ രണ്ട് കാര്യങ്ങളും ഓർത്ത് വെക്കണം. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ നോട്ട് അബ്സല്യൂട്ട്, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ നോട്ട് സാക്രോസാങ്ക്റ്റ്. പിന്നെന്താണ്? ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ സബ്ജക്റ്റ് ടു റീസണബിൾ റെസ്ട്രിക്ഷൻസ്. ഓക്കെ, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ സബ്ജക്റ്റ് ടു റീസണബിൾ റെസ്ട്രിക്ഷൻസ്. റീസണബിൾ റെസ്ട്രിക്ഷൻസിന് വിധേയമായിട്ട് വരുന്ന ഒന്നാണ് ഫണ്ടമെൻ്റൽ റൈറ്റ് എന്ന് പറയുന്നത്. ഓർത്ത് വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, യെസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ നിർബന്ധമായിട്ടും ഓർത്ത് വെക്കേണ്ടത്. അതുപോലെ തന്നെ വരുന്ന മറ്റൊരു കാര്യമാണ് എമർജൻസിയുടെ സമയത്ത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ജനറലി സസ്പെൻഡ് ചെയ്യുന്നുണ്ട്. എന്നാലും എമർജൻസിയുടെ സമയത്ത് പോലും സസ്പെൻഡ് ചെയ്യാത്ത രണ്ട് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ് വരുന്നത്. ആർട്ടിക്കിൾ 20 ആൻഡ് 21. ആർട്ടിക്കിൾ 20ഉം 21ഉം എമർജൻസിയുടെ സമയത്ത് പോലും സസ്പെൻഡ് ചെയ്യില്ല. അതുപോലെ തന്നെ ഓർത്ത് വെക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നതാണ്, ഈ പറയുന്ന എമർജൻസിയുടെ സമയത്ത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് സസ്പെൻഡ് ചെയ്യണം എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഏതാണെന്നുള്ളത് കൂടെ ഓർത്ത് വെക്കണം. ആർട്ടിക്കിൾ 358, ആർട്ടിക്കിൾ 359. ഈ പറയുന്ന രണ്ട് ആർട്ടിക്കിൾസ് പ്രകാരമാണ്. ഓക്കെ, 358, 359 പ്രകാരമാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് നമ്മൾ സസ്പെൻഡ് ചെയ്യുന്നത്. 358 പ്രകാരം 19 സസ്പെൻഡ് ചെയ്യും. 359 പ്രകാരം ബാക്കിയുള്ള ഫണ്ടമെൻ്റൽ റൈറ്റ്സും നമ്മൾ സസ്പെൻഡ് ചെയ്യും. മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്, ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ 358, 359 മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ഈ ഒരു ചോദ്യം ചോദിക്കാൻ സാധ്യതയുണ്ട്, ഓർത്ത് വെക്കണം. ഓക്കെ, ഏത് റൈറ്റ്സിൻ്റെ അണ്ടറിലാണ് ഇത് സസ്പെൻഡഡ് ആയിട്ട് പോകുന്നത് എന്നുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഫണ്ടമെൻ്റൽ റൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് നിർബന്ധമായിട്ടും ഓർത്ത് വയ്ക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യമാണ്. ഇനി അതുപോലെ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞു ആർട്ടിക്കിൾ 12ൻ്റെ കേസിലേക്ക് വരുന്ന സമയത്ത് ആർട്ടിക്കിൾ 12ലാണ് സ്റ്റേറ്റ് എന്താണ് എന്നുള്ള ഡെഫിനിഷൻ വരുന്നത്. ആ ഡെഫിനിഷനിൽ പ്രധാനമായിട്ടും എക്സിക്യൂട്ടീവ് അതുപോലെ തന്നെ പാർലമെൻ്റ് ആണ് വരുന്നത്. എക്സിക്യൂട്ടീവ് ആൻഡ് പാർലമെൻ്റ് ആണ് വരുന്നത്. ഇനി സംസ്ഥാനത്തിൻ്റെ കേസിലേക്കാണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ആൻഡ് ലെജിസ്ലേച്ചർ ആണ് വരുന്നത്. സ്റ്റേറ്റ് ഗവൺമെൻറ് ആൻഡ് ലെജിസ്ലേച്ചർ ആണ് വരുന്നത്. അതുകൂടാതെ പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, മുനിസിപ്പാലിറ്റീസ് ഇവരും ഈ പറയുന്ന സ്റ്റേറ്റിൻ്റെ ഡെഫിനിഷൻസിൽ വരുന്നുണ്ട്. അതുമാത്രമല്ല അതർ ഓതോറിറ്റീസ് അണ്ടർ ദി ഗവൺമെൻറ് കൺട്രോൾ, ഗവൺമെൻറ് കൺട്രോളിൽ കീഴിൽ വരുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെങ്കിൽ അവരും സ്റ്റേറ്റിൻ്റെ ഡെഫിനിഷനിൽ വരുന്നുണ്ട്. എന്നാൽ ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇപ്പോൾ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്, സേ ഫോർ എക്സാമ്പിൾ NCERT, ഓക്കെ, അതുപോലെ തന്നെ മുനിസിപ്പൽ കോർപ്പറേഷൻ ഇതുപോലുള്ള സ്ഥാപനങ്ങളൊക്കെ സ്റ്റേറ്റുകൾ ആണോ അല്ലയോ എന്നുള്ള രൂപത്തിലേക്കൊക്കെ ചോദ്യം വരുന്നുണ്ട്. ഇതിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ്, അതുകൊണ്ട് തന്നെ അതൊരു സ്റ്റേറ്റ് എൻറ്റിറ്റിയാണ്. NCERT എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് ഗവൺമെൻറ്റിൻ്റെ കീഴിലല്ല, അതുകൊണ്ട് നമുക്ക് സ്റ്റേറ്റിൻ്റെ ഡെഫിനിഷനിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതല്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെ പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഈ ഒരു ഡെഫിനിഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്, ഓർത്ത് വെക്കണമെന്ന് പറയുന്നത്. ഓക്കെ, യെസ്. ദെൻ ഓരോ ആർട്ടിക്കിൾസും നമ്മൾ എന്ത് ചെയ്യാണ്, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. പ്രത്യേകം ഓർത്ത് വയ്ക്കുക, ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ 6 കാറ്റഗറി ആയിട്ട് നമ്മൾ വിഭജിച്ചിട്ടുണ്ട്. ആ 6 കാറ്റഗറിയിലും എന്തെല്ലാം കാര്യങ്ങളാണ് വരുന്നത്, ഏതെല്ലാം ആർട്ടിക്കിൾസ് ആണ് വരുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കണം. ഓക്കെ, അവിടെ 6 എണ്ണമായിട്ട് 6 കാറ്റഗറീസ് ആയിട്ട് നമ്മൾ വിഭജിച്ചിട്ടുണ്ട്. 6 കാറ്റഗറീസും നന്നായിട്ട് ഓർത്ത് വയ്ക്കണം. ഓക്കെ, ആ 6 കാറ്റഗറീസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൽ ആദ്യത്തെ കാറ്റഗറി എന്ന് പറയുന്നതാണ് റൈറ്റ് ടു ഇക്വാലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, റൈറ്റ് ടു ഇക്വാലിറ്റി എന്ന് പറയുന്നതാണ് ഒന്നാമത്തത്. അടുത്തതാണ് റൈറ്റ് ടു ഫ്രീഡം എന്ന് പറയുന്നത്. ഓക്കെ, റൈറ്റ് ടു ഫ്രീഡം വരുന്നുണ്ട്. അടുത്തത് റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ വരുന്നുണ്ട്. റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ വരുന്നുണ്ട്. ദെൻ കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് ഓഫ് ദി മൈനോറിറ്റീസ് വരുന്നുണ്ട്. ദെൻ റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് വരുന്നുണ്ട്. ഓക്കെ, യെസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. യെസ്, ഫണ്ടമെൻ്റൽ റൈറ്റ് ക്യാൻ ബി അമെൻഡഡ്. ഓക്കെ, ഫണ്ടമെൻ്റൽ റൈറ്റ് എന്ന് പറയുന്നത് അമെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, യെസ്. അപ്പം ജസ്റ്റ് ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. ഇതിൽ റൈറ്റ് ടു ഇക്വാലിറ്റിയുടെ കീഴിൽ തന്നെ ആർട്ടിക്കിൾ 14 മുതൽ ആർട്ടിക്കിൾ 18 വരെ വരുന്നത് റൈറ്റ് ടു ഇക്വാലിറ്റിയുടെ ഭാഗമായിട്ടാണ്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, റൈറ്റ് ടു ഇക്വാലിറ്റിയുടെ ഭാഗമായിട്ടാണ് ആർട്ടിക്കിൾ 14 ടു ആർട്ടിക്കിൾ 18 വരുന്നത്. അതിൽ വരുന്ന റൈറ്റ്സ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് ഡെഫിനറ്റ്ലി അറിയാം, നമ്മൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നതായിരിക്കും. ദെൻ റൈറ്റ് ടു ഫ്രീഡം വരുന്നുണ്ട്. ഓക്കെ, റൈറ്റ് ടു ഫ്രീഡം വരുന്നുണ്ട്. ആർട്ടിക്കിൾ 19 മുതൽ ആർട്ടിക്കിൾ 22 വരെ റൈറ്റ് ടു ഫ്രീഡം ആണ്. ഓക്കെ, 19 മുതൽ 22 വരെ. ഇതിലൊരു കാര്യം കൂടെ ഓർത്ത് വയ്ക്കുക, 21A വരുന്നുണ്ട്. ഓക്കെ, റൈറ്റ് ടു എഡ്യൂക്കേഷൻ. അപ്പോൾ ഈ കാര്യങ്ങൾ എല്ലാം വരുന്നത് റൈറ്റ് ടു ഫ്രീഡം എന്ന് പറയുന്ന ഭാഗത്തിൻ്റെ കീഴിലാണ്. അടുത്തത് റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ വരുന്നുണ്ട്. റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ വരുന്നുണ്ട് ആർട്ടിക്കിൾ 23, 25. ഓക്കെ, റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ വരുന്നുണ്ട് ആർട്ടിക്കിൾ 23 മുതൽ 23 മുതൽ 24 വരെ. ഓക്കെ, 23, 24. സോ ഈ 2 ആർട്ടിക്കിൾസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമ്മൾ പറയുന്ന പോലെ തന്നെ ഫോഴ്സ്ഡ് ലേബർ, അതുപോലെ തന്നെ ബെഗിങ്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിരോധിക്കുന്നത് ആർട്ടിക്കിൾ 23, 24 കീഴിലാണ്. അതുപോലെ തന്നെ ചൈൽഡ് ലേബർ പ്രൊഹിബിറ്റ് ചെയ്യുന്നതും ഇതേ സെയിം ആർട്ടിക്കിൾ തന്നെയാണ്.
ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഏജ് മെൻഷൻ ചെയ്യുന്നുണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ്. ആ കാര്യങ്ങളും ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഏജ് എന്ന് പറയുന്നത്, ഓക്കെ, വെദർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാസ് മെൻഷൻ ഏജ് ഓർ നോട്ട്, അതൊക്കെ ചിലപ്പം ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, നോക്കി പോകണം. ഓക്കെ, യെസ്. അടുത്തതാണ് റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ എന്ന് പറയുന്നത്, മതസ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, മതസ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 25 മുതൽ 28 വരെയാണ്. ഇവിടെ നമ്മളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആർട്ടിക്കിൾ 25 എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ആണ്, 26 മുതൽ 28 വരെ വരുന്നത് ഗ്രൂപ്പാണ്. ഓക്കെ, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയാണ്. ഈ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വയ്ക്കണം. ആർട്ടിക്കിൾ 25 എന്ന് പറയുന്നത് വ്യക്തിപരമായിട്ടുള്ള എൻ്റെ സ്വാതന്ത്ര്യമാണ്. ഓക്കെ, എൻ്റെ മതസ്വാതന്ത്ര്യം, വ്യക്തിപരമായിട്ടുള്ള എൻ്റെ മതസ്വാതന്ത്ര്യമാണ് ആർട്ടിക്കിൾ 25 വരുന്നത്. എന്നാൽ ആർട്ടിക്കിൾ 26 മുതൽ 28 വരെ വരുന്നത് ആ ഒരു റിലീജിയസ് കമ്മ്യൂണിറ്റിയുടെ, ആ ഒരു മതസമൂഹത്തിൻ്റെ അവരുടെ അവകാശങ്ങളെ പൊതുവിലാണ്. ഓക്കെ, അവരുടെ അവകാശങ്ങളെ പൊതുവിലാണ് അവിടെ കവർ ചെയ്യുന്നത്. ആ കാര്യം ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഭാഗങ്ങളാണ്. അത് നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, നിർബന്ധമാണ്, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. ആ ഭാഗങ്ങൾ നിർബന്ധമായിട്ടും നോട്ട് ചെയ്ത് വെക്കേണ്ട ഭാഗങ്ങളാണ്. ഓക്കെ, ദെൻ അടുത്തതാണ് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എന്ന് പറയുന്നത്. റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 32 പ്രകാരമാണ് ഇത് വരുന്നത്. ആർട്ടിക്കിൾ 32 പ്രകാരമാണ് നമ്മുടെ അംബേദ്കർ പറഞ്ഞിട്ടുള്ള ദ സോൾ അല്ലെങ്കിൽ ദ ഹാർട്ട് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചിട്ടുള്ളത് ഏത് ആർട്ടിക്കിളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ആണ്. ഓക്കെ, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡിയാണ് ഹാർട്ട് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത് ആർട്ടിക്കിൾ 32. ഓക്കെ, ആർട്ടിക്കിൾ 32 ആണ്, നിർബന്ധമായിട്ടും ഓർത്ത് വെക്കണം. ഓക്കെ, സോ അതിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ് വയലേറ്റ് ചെയ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് സുപ്രീം കോടതിയെ സമീപിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ നേരിട്ട് ഒരു വ്യക്തിക്ക് സുപ്രീം കോടതിയെ സമീപിക്കാൻ വേണ്ടിയിട്ട് പറ്റുമെന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ നമ്മൾ പറയുന്നതാണ് ഒറിജിനൽ ജുറിസ്ഡിക്ഷൻ. ഓക്കെ, ഒറിജിനൽ ജുറിസ്ഡിക്ഷൻ ഓഫ് ദി സുപ്രീം കോർട്ട്, ജുറിസ്ഡിക്ഷൻ ഓഫ് സുപ്രീം കോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഒറിജിനൽ ജുറിസ്ഡിക്ഷൻ ഓഫ് ദി സുപ്രീം കോർട്ട് എന്ന് പറയുന്നത്, ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, സുപ്രീം കോർട്ട്, ഒറിജിനൽ ജുറിസ്ഡിക്ഷൻ ഓഫ് ദി സുപ്രീം കോർട്ട് എന്ന് പറയുന്നുണ്ട്. കാരണം ഫണ്ടമെൻ്റൽ റൈറ്റ് വയലേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് സുപ്രീം കോടതിയോ അല്ലെങ്കിൽ ഹൈക്കോടതിയോ സമീപിക്കാം. അത്തരം സാഹചര്യങ്ങളിൽ സുപ്രീം കോടതിയും ഹൈക്കോടതിയും റിട്ട് പുറപ്പെടുവിക്കുന്നതായിരിക്കും. പ്രധാനമായിട്ടും 5 ടൈപ്പ് ഓഫ് റിട്ടുകളാണ് വരുന്നത്. ഓക്കെ, 5 ടൈപ്സ് ഓഫ് റിട്ടുകളാണ് വരുന്നത്. ഈ കാര്യം ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം. ഓക്കെ, 5 പ്രധാനമായിട്ടുള്ള റിട്ടുകളാണ് വരുന്നത്. അത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വയ്ക്കണം. ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യമാണ്. ഓക്കെ, 5 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിട്ടുകൾ, 5ഉം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിർബന്ധമായിട്ടും ഓർത്ത് വയ്ക്കണം. ഓക്കെ, ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ദെൻ ഇതിലെ ഓരോ കാര്യങ്ങളും നമ്മൾ ഇനി ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ വേണ്ടിയിട്ട് പോകണം. ഓരോ റൈറ്റ്സും ഓരോ ഫണ്ടമെൻ്റൽ റൈറ്റ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യമാണ്. ഓക്കെ, സോ അതിൽ ആദ്യം നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് ആർട്ടിക്കിൾ 14 എന്ന് പറയുന്നത് ഇക്വാലിറ്റി ബിഫോർ ലോ ആണ്. ആർട്ടിക്കിൾ 14 എന്ന് പറയുന്നത് ഇക്വാലിറ്റി ബിഫോർ ലോ ആണ്. ആർട്ടിക്കിൾ 15 എന്ന് പറയുന്നത് നോ ഡിസ്ക്രിമിനേഷൻ ആണ്, വിവേചനം പാടില്ല. ഓൺ ദ ഗ്രൗണ്ട്സ് ഓഫ് റേസ്, റിലീജിയൻ, കാസ്റ്റ്, സെക്സ് ആൻഡ് പ്ലേസ് ഓഫ് ബർത്ത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തിനെല്ലാം അടിസ്ഥാനത്തിലാണ് വിവേചനം പാടില്ലാത്തത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആർട്ടിക്കിൾ 14 എന്ന് പറയുന്നത് ഇക്വാലിറ്റി ബിഫോർ ലോ ആണ്. ആർട്ടിക്കിൾ 15 എന്ന് പറയുന്നത് നോ ഡിസ്ക്രിമിനേഷൻ ആണ്. എന്തിൻ്റെ എല്ലാം ബേസിൽ? ഓക്കെ, റേസ്, റിലീജിയൻ, കാസ്റ്റ്, സെക്സ് ആൻഡ് പ്ലേസ് ഓഫ് ബർത്ത് ആണ്. ഓക്കെ, പ്ലേസ് ഓഫ് ബർത്ത് ആണ്. കാരണം ആർട്ടിക്കിൾ 16 വരുന്ന സമയത്ത് അവിടെ ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. റേസ്, കാസ്റ്റ്, സെക്സ്, ദെൻ പ്ലേസ് ഓഫ് ബർത്തിന് പകരം പ്ലേസ് ഓഫ് ഡിസെൻഡ് വരുന്നുണ്ട്. ആർട്ടിക്കിൾ 16 വരുന്ന സമയത്ത് പ്ലേസ് ഓഫ് ഡിസെൻഡ് ആണ് വരുന്നത്. പ്ലേസ് ഓഫ് ഡിസെൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ ജനിച്ചു എന്ന് പറയുന്നത്. ഓക്കെ, എവിടെ ജനിച്ചു എന്നുള്ളതാണ് ആർട്ടിക്കിൾ 16 കേസിലേക്ക് വരുന്ന സമയത്ത് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അത് പലപ്പോഴും നമ്മൾ നോട്ട് ചെയ്ത് വെക്കാതെ അല്ലെങ്കിൽ നോട്ട് നമ്മൾ വിട്ടു പോകുന്ന ഒരു ഭാഗമാണ് ഈ ഒരു കാര്യം എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 16 കേസ്. ഓക്കെ, അപ്പോൾ ആർട്ടിക്കിൾ 16 എന്ന് പറയുന്നത് ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഇൻ കേസ് ഓഫ് പബ്ലിക് എംപ്ലോയ്മെൻ്റ് ആണ്. അതായത് ഈ പറയുന്ന പോലെ PSC ആയിക്കഴിഞ്ഞാലും സർക്കാർ ജോലികളിലേക്ക് ആയിക്കഴിഞ്ഞാലും എല്ലാവർക്കും തുല്യ അവകാശമുണ്ട് എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 16. അവിടെ ഓർത്ത് വെക്കേണ്ടതാണ് പ്ലേസ് ഓഫ് ഡിസെൻഡ് വരുന്നുണ്ട്. പ്ലേസ് ഓഫ് ഡിസെൻഡ് വരുന്നുണ്ട്, ഓർത്ത് വെക്കണം. അടുത്തത് ആർട്ടിക്കിൾ 17 വരുന്നുണ്ട്. ആർട്ടിക്കിൾ 17 എന്ന് പറയുന്നത് അബോളിഷൻ ഓഫ് ദി അൺടച്ചബിലിറ്റി ആണ്. തൊട്ടുകൂടായ്മ നിരോധിക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ തൊട്ടുകൂടായ്മ, അടിമത്തം അല്ലെങ്കിൽ അയിത്തം, ഈ പറയുന്ന കാര്യങ്ങളൊന്നും നമ്മുടെ സ്വതന്ത്ര ഇന്ത്യയിൽ ഉണ്ടാവാൻ പാടില്ല, ജനാധിപത്യ ഇന്ത്യയിൽ ഉണ്ടാവാൻ പാടില്ല എന്ന് പറയുന്നു. ആർട്ടിക്കിൾ 17 അബോളിഷൻ ഓഫ് ദി അൺടച്ചബിലിറ്റി ആണ്. അടുത്തത് ആർട്ടിക്കിൾ 18 വരുന്നുണ്ട്. അബോളിഷൻ ഓഫ് ദി ടൈറ്റിൽസ് ആണ്. ആർട്ടിക്കിൾ 18 എന്ന് പറയുന്നത് അബോളിഷൻ ഓഫ് ദി ടൈറ്റിൽസ് ആണ്. ആർക്കും സ്ഥാനപ്പേര് ഉണ്ടാവില്ല. ഇത്രയും കാര്യങ്ങൾ ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ വരുന്ന 5 റൈറ്റ്സ് എന്ന് പറയുന്നത് റൈറ്റ് ടു ഇക്വാലിറ്റിയുടെ ഭാഗമായിട്ടാണ് വരുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം.
ദെൻ അടുത്തത് ആർട്ടിക്കിൾ 19 വരുന്നുണ്ട്. ഓക്കെ, ആർട്ടിക്കിൾ 19 വരുന്നുണ്ട്. ആർട്ടിക്കിൾ 19 പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, അതായത് റൈറ്റ് ടു ഫ്രീഡം വരുന്നുണ്ട്. അതിലാണ് ആർട്ടിക്കിൾ 19 മുതൽ 22 വരെ വരുന്നത്. അതിൽ ആർട്ടിക്കിൾ 19 കീഴിലേക്ക് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം 7 റൈറ്റ്സ് ഉണ്ടായിരുന്നു. എന്നാൽ അത് ഇപ്പോഴത്തെ സിറ്റുവേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6 റൈറ്റ്സ് മാത്രമേ വരുന്നുള്ളൂ. റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് 46ാമത്തെ 46th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ടിലൂടെ 44th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ടിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതൊന്ന് ഓർത്ത് വെക്കണം. 1978 അത് ആർട്ടിക്കിൾ 300A കീഴിലേക്ക് നമ്മൾ മാറ്റുന്നുണ്ട്. ഓക്കെ, 44th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ആക്ടിലൂടെ 1978 നമ്മൾ അതിനെ അമെൻഡ് ചെയ്തുകൊണ്ട് അത് ആർട്ടിക്കിൾ 300A മാറ്റുന്നുണ്ട്. ഇവിടെയും ഓർത്ത് വെക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നതാണ് റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഓക്കെ, റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഈ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് അത് ഒരു ലീഗൽ റൈറ്റ് ആണ്. ഓക്കെ, ഇതൊരു ലീഗൽ റൈറ്റ് ആണ്, അതൊന്ന് ഓർത്ത് വെക്കണം. ദിസ് ഇസ് എ ലീഗൽ റൈറ്റ്, കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് അല്ല, ഒരു ലീഗൽ റൈറ്റ് ആണ്, ഫണ്ടമെൻ്റൽ റൈറ്റ് അല്ല. ഓക്കെ, സോ ഇത്രയും കാര്യം ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിർബന്ധമായിട്ടും ഓർത്ത് വെക്കണം, ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഭാഗമാണ്. ഓക്കെ, ഇനി ആർട്ടിക്കിൾ 19 കീഴിൽ എന്തെല്ലാം കാര്യങ്ങളാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ വരുന്നുണ്ട്, അസംബ്ലി വരുന്നുണ്ട്, അസോസിയേഷൻ വരുന്നുണ്ട്, മൂവ്മെൻറ്റ് വരുന്നുണ്ട്, റെസിഡൻസ് വരുന്നുണ്ട്, പ്രൊഫഷൻ വരുന്നുണ്ട്. ഓക്കെ, അപ്പം 6 കാര്യങ്ങളാണ് വരുന്നത്. ഒന്ന്, സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം, സംസാരിച്ചുകൊണ്ട് നമുക്ക് ആളുകളെ വിളിച്ചു കൂട്ടാനുള്ള സ്വാതന്ത്ര്യം, വിളിച്ചു കൂട്ടിയ ആളുകളെ വെച്ചുകൊണ്ട് സംഘടന രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം. ആ സംഘടനയുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മറ്റൊരു സ്ഥലത്തേക്ക് പോവാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? അവിടെ നമ്മൾ കുടിൽ കെട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, താമസിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ സ്വന്തമായിട്ടുള്ള ഒരു ജോലി ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ സംഘടനയിലുള്ള എല്ലാവരും കൂടി ചേർന്നിട്ട് എന്ത് ചെയ്യണം, അവിടെ ജോലി ചെയ്യണം. അങ്ങനെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെൻ്റ് ആണ് അവിടെ വരുന്നത്. ഓക്കെ, ആദ്യം സ്പീച്ച് വരുന്നുണ്ട്, സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ വരുന്നുണ്ട്. അഭിപ്രായ പ്രകടനങ്ങൾ അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനുള്ള അവകാശമാണ് അവിടെ വരുന്നത്. ഓക്കെ, യെസ്. അതുപോലെ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ്, ഈ പറയുന്ന ആർട്ടിക്കിൾ 19 കീഴിലാണ് ഫ്രീഡം ഓഫ് സൈലൻസ് വരുന്നുണ്ട്. അതും കൂടെ ഓർത്ത് വെക്കണേ. ഫ്രീഡം ഓഫ് സൈലൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മിണ്ടാതിരിക്കാനുള്ള അവകാശവും നിങ്ങൾക്കുണ്ട്. ഓക്കെ, എല്ലാ സമയത്തും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയണമെന്നില്ല, നിങ്ങൾക്ക് അഭിപ്രായം പറയാതിരിക്കാം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഒരാൾ വന്നിട്ട് നിങ്ങൾ ഏത് പാർട്ടിക്കാണ്, ആർക്കാണ് വോട്ട് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മിണ്ടാതിരിക്കാം. ഓക്കെ, അത് നിങ്ങളുടെ അവകാശമാണ്. മറ്റൊരാൾക്ക് നിങ്ങളെ കൊണ്ട് സംസാരിപ്പിക്കാൻ ശ്രമിക്കാൻ വേണ്ടിയിട്ട് പാടില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം നിർബന്ധമായിട്ടും പറയണം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ നിർബന്ധിക്കാൻ വേണ്ടിയിട്ട് പാടില്ല. ഓക്കെ, അപ്പോൾ ഈ 6 കാര്യങ്ങളും ഇവിടെയാണ് വരുന്നത്. പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണം. ആർട്ടിക്കിൾ 19 ക്ലോസ് 1 കീഴിലാണ് വരുന്നത്. അടുത്തത് ആർട്ടിക്കിൾ 20 വരുന്നുണ്ട്. ഓർത്ത് വെക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൊട്ടക്ഷൻ ഇൻ കേസ് ഓഫ് ക്രിമിനൽ കേസസ് ആണ്. ക്രിമിനൽ കേസസിൽ നമുക്കുള്ള ചില പ്രൊട്ടക്ഷൻസ് ആണ് ഇവിടെ പ്രധാനമായിട്ടും വരുന്നത്. അത് നിർബന്ധമായിട്ടും ഓർത്ത് വയ്ക്കണം. ഓക്കെ, ഇതിനടുത്തതാണ് ആർട്ടിക്കിൾ 21 എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം, റൈറ്റ് ടു ലൈഫ് ആണ്, ജീവിക്കാനുള്ള അല്ലെങ്കിൽ ജീവനുള്ള സ്വാതന്ത്ര്യമാണ്, അല്ലെങ്കിൽ ജീവിച്ചിരിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് ആർട്ടിക്കിൾ 21 എന്ന് പറയുന്നത്. അടുത്തതാണ് ആർട്ടിക്കിൾ 21A എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 21A വരുന്നുണ്ട്. ആർട്ടിക്കിൾ 21A എന്ന് പറയുന്നത് 86th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ടിലൂടെ വന്നതാണ്. ഓക്കെ, 86th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ടിലൂടെയാണ് ആർട്ടിക്കിൾ 21 വരുന്നത്. റൈറ്റ് ടു എഡ്യൂക്കേഷൻ, ഏത് വയസ്സ് മുതൽ ഏത് വയസ്സ് വരെ? 6 മുതൽ 14 വയസ്സ് വരെ. ഓക്കെ, 6 മുതൽ 14 വയസ്സ് വരെ വരുന്ന കുട്ടികൾക്കുള്ള എലമെൻ്ററി അല്ലെങ്കിൽ പ്രൈമറി ആയിട്ട് വരുന്ന എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ റൈറ്റ് ആണ്. അത് വരുന്നത് ആർട്ടിക്കിൾ 21 ആണ്. ഓക്കെ, ആർട്ടിക്കിൾ 21 കീഴിലാണ് ഈ ഒരു കാര്യം വരുന്നത്. ഈ റൈറ്റ് ടു ഡൈ വിത്ത് ഡിഗ്നിറ്റി അല്ലെങ്കിൽ ഈ യുത്തനേഷ്യ എന്ന് പറയുന്നത് നമ്മുടെ ആർട്ടിക്കിൾ 21 ഭാഗമായിട്ട് എപ്പോഴാണ് മാറിയെന്നുള്ളതും കൂടി ഓർത്ത് വെക്കണം. 2018 ഇത് വരുന്നത്. 2018 വരുന്നത്. അതിൽ കോമൺ കേസസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസാണ്. ഓക്കെ, കോമൺ കോസ് കേസിലാണ് ഇത് വരുന്നത്. ഓക്കെ, കോമൺ കോസ് കേസിൽ 2018 ഈ യുത്തനേഷ്യ എന്ന് പറയുന്നത്. ഓക്കെ, അത് റൈറ്റ് ടു ഡൈ എന്നതിനേക്കാൾ കൂടുതൽ റൈറ്റ് ടു ലിവ് വിത്ത് ഡിഗ്നിറ്റി എന്ന് പറയുന്നതാണ് അവിടെ എടുത്തിട്ടുള്ളത്. റൈറ്റ് ടു ഡൈ എന്നുള്ളതല്ല, റൈറ്റ് ടു ലിവ് വിത്ത് ഡിഗ്നിറ്റിയാണ്. അപ്പോൾ അങ്ങനെ ഒരാൾക്ക് ആത്മാഭിമാനത്തോട് കൂടിയിട്ട് ജീവിച്ചിരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അയാൾക്ക് മരിക്കാം എന്ന് പറയുന്ന കൺസെപ്റ്റാണ് അവിടെ വരുന്നത്. സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്, റൈറ്റ് ടു ഡൈ എന്ന് പറയുന്നത്, മരിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ഈ പറയുന്ന ഫണ്ടമെൻ്റൽ റൈറ്റിന് കീഴിൽ വരുന്നില്ല എന്നുള്ളത് ഈ വിധി പറയുന്ന സമയത്ത് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. ഓക്കെ, ഡൗട്ട് ചോദിച്ചതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. എന്തായാലും ഈ കാര്യം കൂടെ ഒന്ന് ഓർത്ത് വയ്ക്കുക. കോമൺ കോസ് 2018 എന്ന് പറയുന്ന ഈ ഒരു ജഡ്ജ്മെൻറ്റ് അല്ലെങ്കിൽ കേസിലൂടെയാണ് റൈറ്റ് ടു ലൈഫ് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 21 കീഴിൽ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിട്ട് മാറുന്നത്.
ഓക്കെ, യെസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ദെൻ ആർട്ടിക്കിൾ 21 നേരത്തെ പറഞ്ഞ പോലെ 86th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് 2002 വരുന്നത് ഓർത്ത് വയ്ക്കണം. ഇനി ഈ പറയുന്ന 86th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ റൈറ്റിന് അമെൻഡ് ചെയ്തിട്ടുണ്ട്, DPSP അമെൻഡ് ചെയ്തിട്ടുണ്ട്, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി അമെൻഡ് ചെയ്തിട്ടുണ്ട്. 3 ഭാഗത്തിനെയും അമെൻഡ് ചെയ്ത ഫണ്ടമെൻ്റൽ റൈറ്റ് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻ്റ് ആണ് 86ാമത്തെ ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. ഫണ്ടമെൻ്റൽ റൈറ്റ്, DPSP, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി എല്ലാത്തിനെയും എന്ത് ചെയ്തിട്ടുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷണലി അമെൻഡ് ചെയ്ത ഒരു ആർട്ടിക്കിളാണ് 86th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് എന്ന് പറയുന്നത്. ഓക്കെ, നിർബന്ധമായിട്ടും ഓർത്ത് വയ്ക്കണം. അടുത്തത് ആർട്ടിക്കിൾ 22 വരുന്നുണ്ട്. പ്രൊട്ടക്ഷൻ എഗെയിൻസ്റ്റ് അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷൻ ആണ്. പ്രൊട്ടക്ഷൻ എഗെയിൻസ്റ്റ് അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷൻ, നിങ്ങൾ അറസ്റ്റ് ചെയ്യുന്നതിൽ നിന്നും നിങ്ങളെ തടവിൽ വെക്കുന്നതിൽ നിന്നും വരുന്നതാണ്. യെസ്, ഇത് കറണ്ട് അഫയേഴ്സിൽ തീർച്ചയായിട്ടും വരാൻ സാധ്യതയുള്ളൊരു ഭാഗമാണ് യുത്തനേഷ്യയുടെ കേസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ കേസ് ഡീറ്റെയിൽസും കൂടെ പറഞ്ഞത്. സാധാരണ PSCക്ക് ഇതുപോലെ കേസ് വരുന്നത് അല്ലെങ്കിൽ കേസ് ചോദിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. റീസെൻ്റ് ആയിട്ട് ഡിഫറൻ്റ് ആയിട്ടുള്ള സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റുകൾ PSC ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ കേസും കൂടെ അതിൻ്റെ കൂടെ പറഞ്ഞത്. ഓക്കെ, അഡീഷണൽ ഇൻഫർമേഷനായിട്ട് അതും വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഞാൻ ഈ ക്ലാസ്സുകൾ ഇപ്പം റെക്കോർഡ് ചെയ്ത കുറച്ച് ക്ലാസ്സുകൾ ബൈൻഡ് ചെയ്തിട്ട് എനിക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ക്ലാസ് ആയിട്ട് അല്ലെങ്കിൽ മാരത്തോൺ സെഷനായിട്ട് വെക്കാം. അങ്ങനെ അല്ലാതെ ഇതിൻ്റെ കൂടെ തന്നെ വെക്കാനുള്ള അല്ലെങ്കിൽ ലൈവായിട്ട് തന്നെ വെക്കാനുള്ള കാരണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനും കൂടെയാണ്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകളോ അഡീഷണൽ ഇൻഫർമേഷനോ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം. ഓക്കെ, അതല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കുറച്ച് ലൈവ് അല്ലെങ്കിൽ കുറച്ച് ക്ലാസ്സുകൾ എടുത്തിട്ട് എന്ത് ചെയ്യാം, മാരത്തോൺ സെഷൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊടുക്കാം. അങ്ങനെ അല്ലാതെ ലൈവായിട്ട് തന്നെ നിങ്ങൾക്ക് തരാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഇതുപോലെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ക്ലിയർ ചെയ്ത് പോവാം. ഓക്കെ, കാരണം അത് പൊട്ടൻഷ്യലായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്, ബാക്കിയുള്ളവർക്കും അത് ഉപകാരപ്പെടും. ഓക്കെ, യെസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് ഓർത്ത് വയ്ക്കണം. ദെൻ ആർട്ടിക്കിൾ 22 വരുന്നുണ്ട്. പ്രൊട്ടക്ഷൻ എഗെയിൻസ്റ്റ് അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷൻ. ഒരാളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം അല്ലെങ്കിൽ അയാളെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത് എന്നതാണ് ആർട്ടിക്കിൾ 22 പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്. അയാൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് മുൻപാകെ ഹാജരാക്കണം. ഈ കാര്യങ്ങളൊക്കെയാണ് ആർട്ടിക്കിൾ 22 വരുന്നത്. അതുപോലെ മറ്റൊരു കാര്യം കൂടെ ഓർത്ത് വയ്ക്കേണ്ടതാണ് ആർട്ടിക്കിൾ 20 എന്ന് പറയുന്നത്. ഓക്കെ, ആർട്ടിക്കിൾ 20 കീഴിൽ വരുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് വരുന്നുണ്ട്. അതും കൂടെ ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വയ്ക്കണം, ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ്. ഒന്നാമത്തേതാണ് എക്സ് പോസ്റ്റ് ഫാക്ടോ ലോ എന്ന് പറയുന്നത്. ഓക്കെ, എക്സ് പോസ്റ്റ് ഫാക്ടോ ലോ എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പോസ്റ്റ് ഡേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ മുൻകാല പ്രാബല്യത്തോടെ ക്രിമിനൽ ലോസ് നമ്മുടെ ഇന്ത്യയിൽ നടപ്പാക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നിയമം ഉള്ള സമയത്ത് അല്ലെങ്കിൽ നിയമം മൂലം ഒരാൾ കുറ്റം ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ അയാളെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഒരാൾ ഒരു കാര്യം ചെയ്തു, പക്ഷേ ആ സമയത്ത് നിയമം മൂലം അത് കുറ്റമല്ലെങ്കിൽ അയാളെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. ഓക്കെ, നിയമം മൂലം ക്രിമിനലായിട്ട് ഒരു നിയമമുണ്ട്, അത് പ്രകാരം അയാൾ ചെയ്തതൊരു തെറ്റാണ് എന്നുണ്ടെങ്കിൽ മാത്രമേ അയാളെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഓക്കെ, യെസ്, ആ കാര്യം കൊണ്ട് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കണം. യെസ്, ആർട്ടിക്കിൾ 22 കീഴിൽ തന്നെയാണ് കരുതൽ തടങ്കലും കൂടെ വരുന്നത്. ഓക്കെ, കരുതൽ തടങ്കലൊക്കെ വരുന്നത് അതിന് കീഴിലാണ്. ദെൻ ആർട്ടിക്കിൾ 20 കേസിലേക്ക് വരുന്ന സമയത്ത്, അതായത് പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ എന്ന് പറയും. ഓക്കെ, യെസ്. ഇനി ആർട്ടിക്കിൾ 20 കീഴിലേക്ക് തന്നെ വരുന്ന സമയത്ത് അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു കൺസെപ്റ്റാണ് ഡബിൾ ജിയോ പാരഡി എന്ന് പറയുന്നത്. ഓക്കെ, ഡബിൾ ജിയോ പാരഡി എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ കുറ്റത്തിന് ഒന്നിലധികം തവണ നമുക്ക് ഒരാളെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല എന്ന് പറയുന്ന കൺസെപ്റ്റാണ് ഡബിൾ ജിയോ പാരഡി എന്ന് പറയുന്നത്. ഒരു കുറ്റം ചെയ്ത ഒരാളെ ഒന്നിൽ കൂടുതൽ തവണ ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്, ഡിപ്പാർട്ട്മെൻ്റൽ ആയിട്ടുള്ള പണിഷ്മെൻറ്റ് പരിധിയിൽ വരില്ല, ഡിപ്പാർട്ട്മെൻ്റൽ പണിഷ്മെൻറ്റ് വരില്ല. ഇത് ജുഡീഷ്യൽ പണിഷ്മെൻറ്റിന് മാത്രമാണ് ബാധകം. ഓക്കെ, ജുഡീഷ്യൽ പണിഷ്മെൻറ്റിന് മാത്രമാണ് ഇത് ബാധകമായിട്ട് വരുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. ഡിപ്പാർട്ട്മെൻ്റൽ പണിഷ്മെൻറ്റ് വരുന്നില്ല. ഓക്കെ, ഡിപ്പാർട്ട്മെൻ്റൽ പണിഷ്മെൻറ്റ് ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നില്ല എന്ന് പറഞ്ഞു. ഓക്കെ, പണിഷ്മെൻറ്റ് ഇതിൻ്റെ ഭാഗമല്ല എന്നതും കൂടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കാര്യം കൂടെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വയ്ക്കണം. ഡബിൾ ജിയോ പാരഡി പറയുന്ന സമയത്ത് നിർബന്ധമായിട്ടും ഓർത്ത് വയ്ക്കേണ്ട ഒരു കൺസെപ്റ്റാണ് ഇത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിരിക്കുമെന്ന് വിചാരിക്കുകയാണ്. അടുത്ത ഇനി ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് ആർട്ടിക്കിൾ 19 കീഴിൽ വരുന്ന ലിമിറ്റേഷൻസ് ഏതൊക്കെയാണ്. ഇപ്പോൾ ആർട്ടിക്കിൾ 19 നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആർട്ടിക്കിൾ 19 ഓരോ റൈറ്റ്സിനും, ഇപ്പോൾ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ആണെന്നുണ്ടെങ്കിൽ അതിന് ചില ലിമിറ്റേഷൻസ് ആർട്ടിക്കിൾ 19 ക്ലോസ് 2 നമ്മുടെ ഭരണഘടനയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. യെസ്, അതായത് അയാൾക്കെതിരെ തന്നെ എന്ത് ചെയ്യരുത്, സാക്ഷി പറയരുത് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, യെസ്, അതും കൂടെ വരുന്നുണ്ട്. മൂന്നാമത്തെ ഒന്നുകൂടെ വരുന്നുണ്ട്. ഞാൻ 2 കാര്യങ്ങളായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതായത് ഈ പറയുന്ന പോലെ തന്നെ സെൽഫ് ഇൻക്രിമിനേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റും കൂടെ വരുന്നുണ്ട്. ഓക്കെ, ഡബിൾ ജിയോ പാരഡി വരുന്നുണ്ട്, സെൽഫ് ഇൻക്രിമിനേഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റും കൂടെ ഇവിടെ വരുന്നുണ്ട്. എന്ന് വെച്ചാൽ അയാൾക്കെതിരെ തന്നെ സാക്ഷി പറയുക എന്ന് പറയുന്നത്. പക്ഷേ അതിൻ്റെ കീഴിൽ നിന്ന് വരുന്ന എക്സംഷൻസ് ആണ് ബ്ലഡ് സാമ്പിൾസ്, അതുപോലെ തന്നെ ഫിംഗർ പ്രിൻറ്റുകൾ, അതുപോലെ തന്നെ DNA കളക്ഷൻസ്. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ എക്സംഷൻസ് ആയിട്ട് വരുന്നുണ്ട്. ബ്ലഡ്, DNA, ഫിംഗർ പ്രിൻറ്റ്. ഓക്കെ, ഫിംഗർ പ്രിൻറ്റ്.
അപ്പോൾ ഈ പറയുന്ന സെൽഫ് ഇൻക്രിമിനേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരാളെ അയാൾക്കെതിരെ തന്നെ സാക്ഷിയായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല എന്ന് പറയുന്നതും ഈ പറയുന്ന ആർട്ടിക്കിൾ 20 കീഴിൽ വരുന്നുണ്ട്. ഓക്കെ, ഇതും കൂടെ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അതും കൂടെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം. ഓക്കെ, യെസ്. ഇനി അടുത്തത് ഓരോ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെയും റെസ്ട്രിക്ഷൻസ് അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് ആണ് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ആർട്ടിക്കിൾ 19 ക്ലോസ് 1 ക്ലോസ് എയിലാണ് ഈ ഒരു ലിമിറ്റേഷൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നാമത് നിങ്ങൾക്കറിയാം ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ആണ്. നമുക്ക് സംസാരത്തിനുള്ള സ്വാതന്ത്ര്യം വരുന്നുണ്ട്. അതിൻ്റെ ലിമിറ്റേഷൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓരോന്നിൻ്റെയും ലിമിറ്റേഷൻസ് ഓർത്ത് വെക്കണം. ഓക്കെ, ഈ ഓരോ ലിമിറ്റേഷൻസും ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം. ഇത് നമ്മുടെ ഗ്രൂപ്പിലുണ്ടായിരിക്കും. ഓക്കെ, യെസ്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഒന്ന് സോവറിനിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ഇന്ത്യ, നമ്മുടെ രാജ്യത്തിൻ്റെ പരമാധികാരം, സോവറിനിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ഇന്ത്യ. അടുത്തത് സെക്യൂരിറ്റി ഓഫ് ദി സ്റ്റേറ്റ്, നമ്മുടെ രാജ്യത്തിൻ്റെ രാജ്യസുരക്ഷ എന്ന് പറയുന്നത്. അടുത്തത് ഫ്രണ്ട്ലി റിലേഷൻ വിത്ത് ദ ഫോറിൻ സ്റ്റേറ്റ്, ഫ്രണ്ട്ലി റിലേഷൻ വിത്ത് ദ ഫോറിൻ സ്റ്റേറ്റ്, വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള നമ്മുടെ നയതന്ത്ര ബന്ധം. അതുപോലെ തന്നെ പബ്ലിക് ഓർഡർ എന്ന് വെച്ചാൽ പൊതു അല്ലെങ്കിൽ ക്രമസമാധാന നില എന്നൊക്കെ നമുക്ക് പറയാം. അടുത്തത് ഡീസൻസി ഓർ മൊറാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ധാർമ്മിക ബോധം എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു ധാർമ്മിക ബോധം അതിന് എതിരായിക്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, സംസാരിക്കാൻ പറയരുത്. ആ ഒരു ഡീസൻസി വിട്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, സംസാരിക്കരുത്. അടുത്തതാണ് കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് എന്ന് പറയുന്നത്. കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് എന്ന് പറയുന്നത് ഓക്കെ, അതായത് കോടതിയെ എന്ത് ചെയ്യുന്നുണ്ട്, ഏതെങ്കിലും തരത്തിൽ നമ്മൾ കോടതിയെ സാധാരണ അതിൽ പറയാറുള്ളത് കോടതി അലക്ഷ്യം എന്നാണ്. അപ്പോൾ കോടതിയുടെ പേരിൽ നമ്മൾ എന്തെങ്കിലും അനാവശ്യമായിട്ട് അല്ലെങ്കിൽ വസ്തുതയില്ലാത്ത കാര്യങ്ങൾ പറയുന്നതൊക്കെ ഈ പറയുന്ന കണ്ടംപ്റ്റ് ഓഫ് കോർട്ടിൻ്റെ ഭാഗമായിട്ട് വരും. അല്ലെങ്കിൽ കോടതി നടപടികളെ ഏതെങ്കിലും തരത്തിൽ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് ആ നടപടികളെ തടസ്സപ്പെടുത്തുക, ഇതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരും. അടുത്തതാണ് അപകീർത്തിപ്പെടുത്തുക അല്ലെങ്കിൽ ഡിഫമേഷൻ എന്ന് പറയുന്നത്. ഒരു വ്യക്തിയെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാതെ വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെ ഡിഫെയിം ചെയ്യുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് വരും. അടുത്തതാണ് ഇൻസൈറ്റ്മെൻറ്റ് ടു ആൻ ഒഫൻസ് എന്ന് പറയുന്നത്. ഇൻസൈറ്റ്മെൻറ്റ് ടു ആൻ ഒഫൻസ് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ കലാപത്തിന് ആഹ്വാനം ചെയ്യുന്നത് അല്ലെങ്കിൽ ആളുകളോട് ആയുധമെടുക്കാൻ വേണ്ടിയിട്ട് ആഹ്വാനം ചെയ്യുന്നത്, ഇതൊന്നും തന്നെ സ്പീച്ചിൻ്റെ പരിധിയിൽ വരുന്നില്ല. ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വയ്ക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഇതിലെ പ്രധാനമായിട്ട് വരുന്ന ലിമിറ്റേഷൻസ് ആണ്. വിട്ട് കളയാൻ പാടില്ല, നിർബന്ധമായിട്ട് വരുന്ന കാര്യമാണ്. ഓക്കെ, വിട്ട് കളയാൻ വേണ്ടിയിട്ട് പറ്റില്ല, നിർബന്ധമാണ്. ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, ഇതിനൊരു കാര്യം കൂടെ, ഈ പറയുന്ന നോട്ടില്ലേ, ഇപ്പോൾ ഈ പറയുന്ന നോട്ട് ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ക്ലാസ്, റെക്കോർഡിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ ക്ലാസ് ഞാൻ എന്ത് ചെയ്യാം, അപ്ലോഡ് ചെയ്യാം. ആ വീഡിയോ ക്ലാസ്സിൽ ഞാൻ എന്ത് ചെയ്യാം, ഒരു QR കോഡ് ആഡ് ചെയ്യാം. ആ QR കോഡിൽ നിങ്ങൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ നോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഫോർമാറ്റിലേക്ക് വെക്കാം. ഓക്കെ, അതിൻ്റെ റെക്കോർഡഡ് ആയിട്ടുള്ള വീഡിയോ സെഷൻ ഉണ്ടായിരിക്കും. അതൊന്ന് നിങ്ങൾ നോക്കിയാൽ മതി. കാരണം ലൈവ് ആകുന്ന സമയത്ത് എനിക്കത് ആഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ റെക്കോർഡഡ് സെഷനിൽ ഞാനത് ആഡ് ചെയ്യാം. അത് നിങ്ങളൊന്ന് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇനി അഥവാ ഇപ്പോൾ നിങ്ങൾക്കിത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യാം, അങ്ങനെ ചെയ്യാം. ഓക്കെ, യെസ്. അപ്പോൾ ഈ ഒരു കാര്യം കൂടി ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇത്രയും ലിമിറ്റേഷൻസ് ആണ് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ്റെ ഭാഗമായിട്ട് വരുന്നത്. ഓക്കെ, ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ്റെ ഭാഗമായിട്ട് വരുന്നത് ഇത്രയും കാര്യങ്ങളാണ്. നിർബന്ധമായിട്ടും ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം, ഓർത്ത് വയ്ക്കണം. ഇതിനടുത്തതാണ് ഫ്രീഡം ഓഫ് അസംബ്ലി എന്ന് പറയുന്നത്. അസംബ്ലിയുടെ കീഴിലേക്ക് വരുന്ന സമയത്ത് റെസ്ട്രിക്ഷൻസ് എന്ന് പറയുന്നത് ഒന്ന് സോവറിൻ ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ഇന്ത്യ, അതുപോലെ തന്നെ പബ്ലിക് ഓർഡർ. സോവറിനിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ഇന്ത്യ, അതുപോലെ തന്നെ പബ്ലിക് ഓർഡർ. ആർട്ടിക്കിൾ 19 ക്ലോസ് 3 വരുന്നുണ്ട്. അവിടെയാണ് ഫ്രീഡം ഓഫ് പീസ്ഫുൾ അസംബിൾ എന്ന് പറയുന്നത്. അതിൻ്റെ ലിമിറ്റേഷൻസ് ആണ് ഇത്. ഓക്കെ, ഡെപ്തിലേക്ക് പോകുന്നില്ല, ജസ്റ്റ് ഞാൻ സമ്മറി ആയിട്ട് മാത്രം പറഞ്ഞു പോവാണ്. നിങ്ങൾ ഓരോന്നും ഒന്ന് ഓർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അടുത്തതാണ് ഫ്രീഡം ടു ഫോം അസോസിയേഷൻ എന്ന് പറയുന്നത്. അവിടെ ഇതേപോലെ തന്നെ സോവറിനിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ഇന്ത്യ, പബ്ലിക് ഓർഡർ വരുന്നുണ്ട്. ഒരു കാര്യം കൂടെ വരുന്നുണ്ട്, മൊറാലിറ്റി വരുന്നുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മൊറാലിറ്റി ഒക്കെ എന്തുകൊണ്ടാണ് അവിടെ വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ തൽക്കാലം നിങ്ങൾ അത് വരുന്നുണ്ട് എന്നുള്ളതൊന്ന് ഓർത്ത് വയ്ക്കുക. ഫ്രീഡം ഓഫ് അസംബ്ലിയും അസോസിയേഷനും നോക്കുന്ന സമയത്ത് അസോസിയേഷൻ്റെ കേസിലേക്ക് മൊറാലിറ്റി എന്ന് പറയുന്ന കാര്യം കൂടെ വരുന്നുണ്ട്. ഓക്കെ, ഇതിനടുത്തതാണ് ഫ്രീഡം ടു മൂവ്. ഇവിടെ ഈ ഒരു കാര്യത്തിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രീഡം ഫോർ ദി മൂവ്മെൻറ്റും ഫ്രീഡം ഫോർ ദി റെസിഡൻസിനും ഒരേ കാര്യം തന്നെയാണ് വരുന്നത്. ഓക്കെ, ഫ്രീഡം ഫോർ മൂവ്മെൻറ്റ്, ഫ്രീഡം ഓഫ് റെസ്ട്രിക്ഷൻ ഫോർ റെസിഡൻസ്, ഇത് രണ്ടിനും ഒരേ റെസ്ട്രിക്ഷൻസ് ആണ് വരുന്നത്. ഒന്ന് ജനറൽ പബ്ലിക്കിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അവരുടെ ഇൻട്രസ്റ്റിന് അനുസരിച്ചുകൊണ്ട് ഒരാളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടയാൻ വേണ്ടിയിട്ട് പറ്റും. അതല്ലെങ്കിൽ ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരാൾ താമസിക്കുന്നതിൽ നിന്ന് അയാളെ നമുക്ക് തടയാൻ വേണ്ടിയിട്ട് പറ്റും. ഓൺ ദി ഇൻട്രസ്റ്റ് ഓഫ് ദി ജനറൽ പബ്ലിക് എന്ന് പറയുന്നത്. അടുത്തതാണ് പ്രൊട്ടക്ഷൻ ഓഫ് ദി ഷെഡ്യൂൾഡ് ട്രൈബ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രൊട്ടക്ഷൻ ഓഫ് ദി ഷെഡ്യൂൾഡ് ട്രൈബ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ട്രൈബൽ ആയിട്ടുള്ള ആളുകളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടും ഈ ഒരു കാര്യം ചെയ്യുന്നുണ്ടായിരിക്കും. ഇനി ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പറഞ്ഞൊരു കാര്യമായിരുന്നു പ്രോസ്റ്റിറ്റ്യൂട്ട്സ്. ഓക്കെ, പ്രോസ്റ്റിറ്റ്യൂട്ട്സ്. അപ്പോൾ ഈ പറയുന്ന പ്രോസ്റ്റിറ്റ്യൂട്ട്സിനെ വേണമെങ്കിൽ ഒരു സ്ഥലത്ത് താമസിക്കരുത് എന്ന് പറഞ്ഞിട്ട് വിലക്കാൻ വേണ്ടിയിട്ട് പറ്റും. അത് സുപ്രീം കോടതി അംഗീകരിച്ചിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഈ പറയുന്ന ഇൻട്രസ്റ്റ് ഓഫ് ദി ജനറൽ പബ്ലിക്കിനെ പരിഗണിച്ചുകൊണ്ടാണ്. അപ്പോൾ ഈ പറയുന്ന വേശ്യകൾ അല്ലെങ്കിൽ പ്രോസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള ആളുകൾ അവർക്ക് പൊതുവായിട്ട് എല്ലാ സ്ഥലത്തേക്കുമുള്ള സഞ്ചാര സ്വാതന്ത്ര്യം നമ്മുടെ ഇന്ത്യയിൽ ഇല്ല. കാരണം അത് ആർട്ടിക്കിൾ
19 ക്ലോസ് 2ൻ്റെ കീഴിൽ എന്ത് ചെയ്തിട്ടുണ്ട്, റെസ്ട്രിക്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ കാര്യം ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം. ഓക്കെ, ആർട്ടിക്കിൾ 19 ക്ലോസ് 5ൻ്റെ കീഴിൽ. ഓക്കെ, ഇതിനടുത്തതാണ് ആർട്ടിക്കിൾ 19 ക്ലോസ് ജിയിൽ വരുന്നത്. ഓക്കെ, അതായത് ഫ്രീഡം ഫോർ പ്രാക്ടീസിങ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ജോബ്, അതായത് ലൈവ്ലിഹുഡ്. ഓക്കെ, അതായത് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ജോലികൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അവകാശം വരുന്നുണ്ട്. ഫ്രീഡം ഓഫ് പ്രൊഫഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒക്യുപ്പേഷൻ, ട്രേഡ്, ബിസിനസ്, വാണിജ്യം, വ്യാപാരം, വ്യവസായം അല്ലെങ്കിൽ വിവിധ തരത്തിലുള്ള ജോലി ഏതും നമുക്ക് ചെയ്യാനുള്ള അവകാശം നമ്മുടെ ഇന്ത്യയിലുണ്ട്. എന്നാൽ അതേസമയം തന്നെ അതിന് റെസ്ട്രിക്ഷൻ വരുന്നുണ്ട്. അതാണ് ഇൻട്രസ്റ്റ് ഓഫ് ദി ജനറൽ പബ്ലിക്, പൊതുജനങ്ങളുടെ താല്പര്യത്തിന് വിരുദ്ധമായിട്ട് ചെയ്യാൻ പാടില്ല. പ്രൊഫഷണൽ അല്ലെങ്കിൽ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻസ് ലിമിറ്റേഷൻസ് ആയിട്ട് വെക്കാം. ഇന്ന ജോലി ചെയ്യാൻ ഇന്ന ക്വാളിഫിക്കേഷൻ ഒരാൾക്ക് വേണം എന്നുള്ള ലിമിറ്റേഷൻ വെക്കാം. അടുത്തതാണ് സ്റ്റേറ്റ് മൊണോപ്പൊളി ഇൻ ബിസിനസ്. ചില ബിസിനസ്സിൽ സ്റ്റേറ്റിൻ്റെ മൊണോപ്പൊളി ഉണ്ടായിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ റെയിൽവേ. ഇനി ഇവിടെ മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഈ സ്റ്റേറ്റ് മൊണോപ്പൊളി എന്ന് പറയുന്ന കാര്യത്തിനെ ഒരിക്കലും തന്നെ സ്റ്റേറ്റ് എക്സ്പ്ലെയിൻ ചെയ്യുകയോ അല്ലെങ്കിൽ അതിനെ വ്യാഖ്യാനിക്കുകയോ അതിന് എക്സ്പ്ലനേഷൻ കൊടുക്കുകയോ ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, നോ എക്സ്പ്ലനേഷൻ ഈസ് നീഡഡ്. അതും ഭരണഘടനയുടെ ഭാഗമായിട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ലിമിറ്റേഷൻസ് വളരെ നിർബന്ധമാണ്, ഓർത്ത് വയ്ക്കണം. ഓക്കെ, ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ എസ്പെഷ്യലി ആർട്ടിക്കിൾ 19 മുകളിൽ വരുന്ന ലിമിറ്റേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ ഒറ്റയടിക്ക് നിങ്ങൾക്ക് അത് കിട്ടും. അതിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ് ആർട്ടിക്കിൾ 19 ക്ലോസ് 1 ക്ലോസ് എയിൽ വരുന്ന ലിമിറ്റേഷൻസ് ഏതൊക്കെയാണെന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് ഈ പറയുന്ന ആർട്ടിക്കിൾ 19 ക്ലോസ് 2 എന്ന് പറയുന്ന ഈ ഒരു ആർട്ടിക്കിൾ. ഇതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ആർട്ടിക്കിൾ. ഇത് നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. ഓക്കെ, യെസ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ആർട്ടിക്കിൾ അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് ആണ് അവിടെ വരുന്നത്. ഇനി അതുപോലെ തന്നെ നമ്മൾ ആർട്ടിക്കിൾ 21 പറഞ്ഞു. ഓക്കെ, ആർട്ടിക്കിൾ 21 പറഞ്ഞിട്ടുണ്ടായിരുന്നു റൈറ്റ് ടു ലൈഫാണ് ആർട്ടിക്കിൾ 21 കീഴിൽ വരുന്നത്. ഓക്കെ, റൈറ്റ് ടു ലൈഫാണ് ആർട്ടിക്കിൾ 21 കീഴിൽ വരുന്നത്. നിങ്ങൾക്കറിയാം ആർട്ടിക്കിൾ 21 എന്ന് പറയുന്നത് ഓരോ കാലഘട്ടം കഴിയുന്നതിനനുസരിച്ചിട്ട് എക്സ്പാൻഡ് ചെയ്ത് പോയ ഒരു ആർട്ടിക്കിളാണ്. അത് ആരംഭിച്ച കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതല്ല ഇന്ന് അതിൻ്റെ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. പല കാര്യങ്ങളും സുപ്രീം കോടതി അതിലേക്ക് ആഡ് ചെയ്ത് ഇന്ന് റൈറ്റ് ടു ലൈഫ് എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്ന ഒരു ആർട്ടിക്കിളായിട്ട് മാറിയിട്ടുണ്ട്. ആ കാര്യങ്ങൾ മുഴുവൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഓരോ റൈറ്റ്സും ആർട്ടിക്കിൾ 21 കീഴിൽ വരുന്ന ഏതെല്ലാം റൈറ്റ്സ് വരുന്നുണ്ട് എന്നുള്ള കാര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തത് റൈറ്റ് ടു ലിവ് വിത്ത് ഡിഗ്നിറ്റിയോട് കൂടിയിട്ട്, ആത്മാഭിമാനത്തോട് കൂടിയിട്ട് നമുക്ക് ജീവിക്കാനുള്ള അവകാശം വരുന്നുണ്ട്. അത് മാത്രമല്ല ഈ ടേബിളിന് ഒരു പ്രത്യേകതയും കൂടെ വരുന്നുണ്ട്, അതും കൂടെ നോട്ട് ചെയ്ത് വെക്കണം. ഈ പറയുന്ന ഓരോ കാര്യങ്ങളും ഏത് ജഡ്ജ്മെൻറ്റിൻ്റെ ബേസിലാണ്, ലാൻഡ്മാർക്ക് ജഡ്ജ്മെൻറ്റ്. ഓക്കെ, ഏത് ജഡ്ജ്മെൻറ്റിൻ്റെ ബേസിലാണ് ഇത് ആർട്ടിക്കിൾ 21 കീഴിലേക്ക് വന്നത് എന്നുള്ളതും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നിങ്ങൾ നോക്കുക, റൈറ്റ് ടു ലിവ് വിത്ത് ഡിഗ്നിറ്റി എന്ന് പറയുന്നത് മേനക ഗാന്ധി കേസിലാണ് വന്നിട്ടുള്ളത്. ഓക്കെ, റൈറ്റ് ടു പ്രൈവസി നിങ്ങൾക്കറിയാം, റൈറ്റ് ടു പ്രൈവസി എന്ന് പറയുന്നത് പുട്ടുസ്വാമി കേസാണ് വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ റൈറ്റ് ടു ക്ലീൻ എൻവിറോൺമെൻറ്റ് എന്ന് പറയുന്നത് സുഭാഷ് കുമാർ കേസാണ്. അപ്പോൾ നേരത്തെ ചോദിച്ച ചോദ്യം ഉണ്ടായിരുന്നില്ലേ, റൈറ്റ് ടു ഡൈ വിത്ത് ഡിഗ്നിറ്റി, പാസീവ് യൂത്തനേഷ്യ എന്ന് പറയുന്നത്, റൈറ്റ് ടു ഡൈ വിത്ത് ഡിഗ്നിറ്റി എന്ന് പറയുന്നത് കോമൺ കോസ് കേസിലാണ് വരുന്നത്. ഓക്കെ, ഇതാ ഞാൻ പറഞ്ഞത്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ്. അതും ഞാൻ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു, ലിവിങ് വിൽ ഇസ് പെർമിറ്റഡ് എന്ന് വെച്ചാൽ ജീവിക്കാനുള്ളത് അല്ലെങ്കിൽ ഡിഗ്നിറ്റിയോട് കൂടിയിട്ട് ജീവിക്കാനുള്ള അവകാശമാണ്, അല്ലാതെ മരിക്കുക എന്ന് പറയുന്ന കാര്യമല്ല എന്നുള്ളത് ഞാൻ അവിടെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കറണ്ട് അഫയേഴ്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ്. അതൊക്കെ നിങ്ങൾക്ക് ഒറ്റയടിക്ക് കിട്ടുന്ന രൂപത്തിൽ ഈ ഒരു നോട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോട്ട് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ റൈറ്റ് ടു സ്പീഡി ട്രയൽ വരുന്നുണ്ട്. അത് വരുന്നത് ഹുസൈനര ഖത്തൂൺ കേസിൻ്റെ ഭാഗമായിട്ടാണ്. ഓക്കെ, ഹുസൈനര ഖത്തൂൺ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു കേസാണ്. ഹുസൈനര ഖത്തൂൺ വരുന്നുണ്ട്. അതുപോലെ തന്നെ റൈറ്റ് ടു ഫ്രീ ലീഗൽ എയ്ഡ് വരുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ സാധാരണ വിട്ടു പോകാറുണ്ട്. നിങ്ങൾക്കറിയാം റൈറ്റ് ടു ഫ്രീ ലീഗൽ എയ്ഡ് എന്ന് പറയുന്നത് DPSPയിൽ ആർട്ടിക്കിൾ 39A ഭാഗമായിട്ട് വരുന്നതാണ് റൈറ്റ് ടു ഫ്രീ ലീഗൽ എയ്ഡ് എന്ന് പറയുന്നത്. ഓക്കെ, റൈറ്റ് ടു ഫ്രീ ലീഗൽ എയ്ഡ് എന്ന് പറയുന്നത് അതും വരുന്നത് ഹുസൈനര ഖത്തൂൺ കേസിൽ നിന്നാണ് വരുന്നത്. അത് ആർട്ടിക്കിൾ 21 അതിൻ്റെ കീഴിൽ വരുന്നുണ്ട്, റൈറ്റ് ടു ലൈഫിന് കീഴിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ വരുന്നുണ്ട്. പക്ഷേ റൈറ്റ് ടു എഡ്യൂക്കേഷൻ പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, 86ാമത്തെ ഭരണഘടനാ ഭേദഗതി വരുന്ന സമയത്ത്, 86th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് വരുന്ന സമയത്ത് 21 നിന്നൊക്കെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അത് വീണ്ടും 21A എന്ന് പറഞ്ഞിട്ട് അഡീഷണൽ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ആഡ് ചെയ്യുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കേസാണ് ഉണ്ണികൃഷ്ണൻ കേസ് എന്ന് പറയുന്നത്. ഓക്കെ, ഉണ്ണികൃഷ്ണൻ കേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഓരോ കേസുകൾ വരുന്നുണ്ട്. അതൊക്കെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വയ്ക്കണം. റൈറ്റ് ടു ലൈവ്ലിഹുഡ് വരുന്നുണ്ട്, ഒളിഗ ടെല്ലിസ് കേസാണ്. ഓക്കെ, അല്ലെങ്കിൽ ഒളിഗ ടെല്ലിസ് കേസാണ്. അത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വയ്ക്കണം. ദെൻ അതുപോലെ വരുന്നതാണ് ഈ പറയുന്ന റൈറ്റ് ടു ക്ലീൻ എൻവിറോൺമെൻറ്റ് എന്ന് പറയുന്നത്, അത് സുഭാഷ് കുമാർ കേസാണ്. ഓക്കെ, സുഭാഷ് കുമാർ കേസാണ്. ഇത് മാത്രമല്ല വേറെ കുറച്ച് കേസും കൂടെ വരുന്നുണ്ട്, അതും കൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റൈറ്റ് ടു റെപ്യൂട്ടേഷൻ വരുന്നുണ്ട്, സുബ്രഹ്മണ്യ സ്വാമി കേസ് വരുന്നുണ്ട്.
ഓക്കെ, റൈറ്റ് ടു റെപ്യൂട്ടേഷൻ എന്ന് പറയുന്നത് സുബ്രഹ്മണ്യ സ്വാമി കേസാണ് വരുന്നത്. ഓക്കെ, ഇതിൽ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് റൈറ്റ് ടു സ്ലീപ്പ് എന്ന് പറയുന്നത്. ഉറങ്ങാനുള്ള അവകാശം വരുന്നുണ്ട്. അത് ആർട്ടിക്കിൾ 21 കീഴിലാണ് വരുന്നത്. ഓക്കെ, അത് റാംലീല മൈതാൻ കേസിലാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഡിഫറൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഈ ജഡ്ജ്മെൻറ്റുകളും ആർട്ടിക്കിൾ 21 കീഴിൽ വരുന്ന പ്രധാനപ്പെട്ട റൈറ്റ്സും ഏതൊക്കെയാണെന്നുള്ളത് നിർബന്ധമായിട്ടും ഓർത്തു വയ്ക്കണം. മാച്ച് ദ ഫോളോയിങ് ആയിട്ടും അല്ലാതെയും ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ഭാഗമാണ്. ഓക്കെ, യെസ്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഓർത്ത് വയ്ക്കേണ്ടത്. ഇനി ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ നെക്സ്റ്റ് ഭാഗത്തേക്ക് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അവിടെ പ്രധാനമായിട്ടും വരുന്നതാണ് റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. ഇവിടെ പ്രധാനമായിട്ടും രണ്ട് ആർട്ടിക്കിൾസാണ് വരുന്നത്. ഒന്ന് ആർട്ടിക്കിൾ 23, അതുപോലെ തന്നെ ആർട്ടിക്കിൾ 24 എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 23 എന്ന് പറയുന്നത് പ്രൊഹിബിറ്റ്സ് ഹ്യൂമൻ ട്രാഫിക്കിംഗ് ആൻഡ് ഫോഴ്സ്ഡ് ലേബർ. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ ഏജ് മെൻഷൻ ചെയ്തിട്ടില്ല. ഏജ് ഈസ് നോട്ട് മെൻഷൻഡ്. ഓക്കെ, ഏജ് എന്ന് പറയുന്നത് മെൻഷൻ ചെയ്തിട്ടില്ല. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഏജ് ഇസ് നോട്ട് മെൻഷൻ. അപ്പോൾ ആർട്ടിക്കിൾ 23 കേസിലേക്ക് വരുന്ന സമയത്ത് പ്രൊഹിബിറ്റ് ഹ്യൂമൻ ട്രാഫിക്കിംഗ് ആൻഡ് ഫോഴ്സ്ഡ് ലേബർ എന്ന് പറയുന്നതാണ്. അടുത്തതാണ് ആർട്ടിക്കിൾ 24 എന്ന് പറയുന്നത് പ്രൊഹിബിറ്റ് ചൈൽഡ് ലേബർ ഇൻ ഹസാർഡസ് ജോബാണ്. ഓക്കെ, യെസ്. ആർട്ടിക്കിൾ 24 എന്ന് പറയുന്നത് പ്രൊഹിബിറ്റ് ചൈൽഡ് ലേബർ ഇൻ ഹസാർഡസ് ജോബാണ്. ഇവിടെ ഏജ് പറയുന്നുണ്ട് 14 ഇയേഴ്സ് പറയുന്നുണ്ട്. ഓക്കെ, 14 ഇയേഴ്സ് എന്ന് പറയുന്ന ഒരു ഏജ് അവിടെ വരുന്നുണ്ട്. അതും കൂടെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വയ്ക്കണം. 14 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഹസാർഡസ് ആയിട്ടുള്ള ജോബുകളിൽ അല്ലെങ്കിൽ ചൈൽഡ് ലേബറിലൊന്നും അവർ എംപ്ലോയിഡ് ആവാൻ പാടില്ല. കാരണം അവർ പഠിക്കണം. ആർട്ടിക്കിൾ 25 പബ്ലിക് ഓർഡർ, മൊറാലിറ്റി, ഹെൽത്ത് റൈറ്റുമായി ബന്ധപ്പെട്ട വ്യവസ്ഥ. അതെനിക്ക് മനസ്സിലായില്ല. ആർട്ടിക്കിൾ 25 വരുന്ന സമയത്ത് ഓക്കെ, ആർട്ടിക്കിൾ 25 നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ലല്ലോ, ഞാനത് പറയാം. ഓക്കെ, ഞാൻ ആർട്ടിക്കിൾ 15 ആദ്യം വായിച്ചത്. അപ്പോൾ ആർട്ടിക്കിൾ 15 എവിടെയാണ് ഈ പറയുന്ന പബ്ലിക് ഓർഡർ ആൻഡ് മൊറാലിറ്റി എന്നുള്ളതാണ് വായിച്ചത്. ഓക്കെ, അപ്പോൾ ആർട്ടിക്കിൾ 24 വരുന്ന സമയത്ത് പ്രൊഹിബിറ്റ് ചൈൽഡ് ലേബർ ഇൻ ദി ഹസാർഡസ് ജോബ് വരുന്നുണ്ട്. ഇവിടെയും നമുക്ക് എക്സംഷൻസ് വരുന്നുണ്ട്. അതായത് ഈ പറയുന്ന 14 വയസ്സിൽ താഴെയുള്ള കുട്ടിയാണെന്നുണ്ടെങ്കിലും ഫാമിലി എൻ്റർപ്രൈസസിൽ അവർക്ക് വർക്ക് ചെയ്യാം. എന്ന് വെച്ചാൽ അവരുടെ കുടുംബത്തിൻ്റെ ജോലിയാണെന്നുണ്ടെങ്കിൽ അവിടെ അവർക്ക് എംപ്ലോയിഡ് ആവാം, അവിടെ അവർക്ക് ജോലി ചെയ്യാം എന്നുള്ളൊരു എക്സംഷൻ ഇവിടെ വരുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഫാമിലി ബിസിനസ് ഇവിടെ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, ഫാമിലി ബിസിനസ്സിൽ അവർക്ക് ജോലി ചെയ്യാം, കുഴപ്പമില്ല. ഓക്കെ, ഫാമിലി ബിസിനസ്സിൽ അവർക്ക് ജോലി ചെയ്യാം, കുഴപ്പമൊന്നും വരുന്നില്ല. ഓക്കെ, യെസ്. അടുത്തതാണ് ആർട്ടിക്കിൾ 25 എന്ന് പറയുന്നത്. ഓക്കെ, ആർട്ടിക്കിൾ 25 എന്ന് പറയുന്നത് ഫ്രീഡം ഓഫ് കൺസയൻസ് ആൻഡ് റിലീജിയൻ വരുന്നുണ്ട്. ഓക്കെ, ഫ്രീഡം ഓഫ് കൺസയൻസ് ആൻഡ് റിലീജിയൻ വരുന്നുണ്ട്. എനിക്ക് എൻ്റെ വിശ്വാസത്തിന് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, എനിക്ക് എൻ്റെ വിശ്വാസത്തിന് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതാണ് ആർട്ടിക്കിൾ 25 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ആർട്ടിക്കിൾ 25 കേസിലേക്ക് വരുന്ന സമയത്ത് വിശ്വാസത്തിൻ്റെ പേരിൽ പല ആളുകളും ഡിഫറൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, യെസ്. എൻ്റർടൈൻമെൻറ്റ് വരുന്നുണ്ട്, ഫിലിം, ക്രിക്കറ്റ്, ഇങ്ങനത്തെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഫീൽഡുകളിൽ എന്ത് ചെയ്യാം, അവർക്ക് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഫാമിലി ബിസിനസ് വരുന്നുണ്ട്, എൻ്റർടൈൻമെൻറ്റ് സെക്ടറിൽ വരുന്നുണ്ട്, അവിടെയൊക്കെ എക്സംഷൻസ് വരുന്നുണ്ട്. ഓക്കെ, ദെൻ ഷെഫീനെ ചോദിച്ച പോലെ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു കാര്യമാണ് ഈ പറയുന്ന പബ്ലിക് ഓർഡർ, അല്ലെങ്കിൽ പബ്ലിക് ഓർഡർ എന്നുള്ളതല്ല, കുറച്ചുകൂടെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്ത്, അതുപോലെ തന്നെ മൊറാലിറ്റി, ഈ കാര്യങ്ങളൊക്കെ റിലീജിയൻ്റെ കേസിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഞാൻ ക്ലാസ്സിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ കാര്യമാണ്. ഈ പറയുന്ന ഓരോന്നും കണക്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് പബ്ലിക് ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, പബ്ലിക് ഓർഡർ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 25 എങ്ങനെ കണക്റ്റഡ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പബ്ലിക് ഓർഡറിൻ്റെ കേസ് നിങ്ങൾ നോക്കുക. അപ്പോൾ ചില മതം അല്ലെങ്കിൽ ചില മതസമൂഹം പറയാണ് അവർക്ക് എന്ത് വേണം, ഈ പറയുന്ന ഒരു പബ്ലിക് ആയിട്ടുള്ള സ്പേസ് ഉണ്ട്. ആ പബ്ലിക് ആയിട്ടുള്ള സ്പേസസിലൂടെ തന്നെ അവർക്ക് അവരുടെ പ്രൊസഷൻ അല്ലെങ്കിൽ അവരുടെ ജാഥ പോകണം എന്ന് അവർ പറയാമെന്ന് വിചാരിക്കാം. അത് ഈ പറയുന്ന പബ്ലിക് ഓർഡറിനെ ഏതെങ്കിലും തരത്തിൽ തടസ്സപ്പെടുത്തുന്നതാണ്. ഓക്കെ, അതായത് ഇപ്പോൾ ഒരു ഘോഷയാത്ര അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, അവരൊരു പ്രൊസഷനായിട്ട് ഒരു ജാഥയായിട്ട് പോവാണ്. ആ ജാഥ എന്ന് പറയുന്നത് നാഷണൽ ഹൈവേയിലൂടെ എല്ലാവരെയും വെച്ചുകൊണ്ട് പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൊതുജീവിതത്തിനെ തടസ്സപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഓക്കെ, സോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്കിവിടെ അലോ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന കാര്യമല്ല. അതുപോലെ തന്നെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ചില വിശ്വാസങ്ങളിൽ പട്ടിണി കിടന്ന് മരിച്ചു കഴിഞ്ഞാൽ സ്വർഗ്ഗത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റും, അല്ലെങ്കിൽ മോക്ഷം കിട്ടും എന്ന് പറയുന്ന കൺസെപ്റ്റ് വരുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ഈ പറയുന്ന പോലെ തന്നെ സാധാരണ ജൈൻ ബിലീഫ്സിലാണ് ഇത് വരാറുള്ളത്. ഓക്കെ, സന്താര പ്രാക്ടീസ് എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട്. അപ്പോൾ ഈ പറയുന്ന പ്രാക്ടീസ് എന്ന് പറയുന്നത് നമ്മൾ ഇതുപോലെ പട്ടിണി കിടന്നിട്ട് മരിക്കുകയാണെന്നുണ്ടെങ്കിൽ മോക്ഷം കിട്ടും. അതെന്താണ്, നമ്മുടെ ഹെൽത്തിനെ ബാധിക്കുന്ന കാര്യമാണ്. ഓക്കെ, ഹെൽത്തിനെ ബാധിക്കുന്ന കാര്യമാണ്. അപ്പം നിങ്ങൾക്ക് മതത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മതം അങ്ങനെ പറയുന്നുണ്ട്, നിങ്ങളുടെ വിശ്വാസം അതാണ് എന്ന് വെച്ചിട്ട് അത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ ഇന്ത്യൻ ഭരണഘടന അവകാശം നൽകുന്നില്ല. കാരണം അത് നിങ്ങളുടെ ആരോഗ്യത്തിനെ ബാധിക്കുന്ന കാര്യമാണ്. ഇനി അതുപോലെ തന്നെ ചോദിക്കുന്ന ഒരു കാര്യമാണ് മൊറാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുക, ജെയിൻ സെക്ടറിൽ തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ദിഗംബര എന്ന് പറയുന്ന ഒരു വിഭാഗത്തിന് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അതായത് വൈറ്റ് ക്ലാഡ്സ് ആൻഡ് ദിഗംബരാസ് എന്ന് പറയുന്നുണ്ട്. ശ്വേതംബരാസ് ആൻഡ് ദിഗംബരാസ് എന്ന് നമ്മൾ പറയും. ശ്വേതംബരാസ് എന്ന് പറയുന്നത് വെളുത്ത വസ്ത്രം മാത്രമാണ് ധരിക്കുക. ദിഗംബരാസ് എന്ന് പറയുന്നത് ഒരു വസ്ത്രവും ധരിക്കില്ല.
അത് പബ്ലിക് മൊറാലിറ്റിക്ക് എഗെയിൻസ്റ്റ് ആണ്. വസ്ത്രം ധരിക്കാതെ നിങ്ങൾ പോവുക എന്ന് പറയുന്നത്. യെസ്, നരബലിയൊക്കെ വരുന്നുണ്ട്. നരബലി എന്ന് പറയുന്നതും ഇതുപോലെ തന്നെ ഹെൽത്തിനെ ബാധിക്കുന്ന കാര്യമാണ്. എസ്പെഷ്യലി ഇപ്പോൾ റീസെൻ്റായിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, കുറച്ച് എപ്സ്റ്റീൻ ഫയൽസ് ഒക്കെ റിലീസ് ചെയ്തിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ നരബലിയുടെ ഒക്കെ, അതായത് ലൈക്ക് മോഡേൺ ആയിട്ട് നമ്മുടെ ഏറ്റവും ടോപ്പിൽ വെക്കുന്ന ഒരുപാട് ആളുകളൊക്കെ ഈ നരബലി ചെയ്യുന്നതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അതുപോലെയുള്ള അന്ധവിശ്വാസങ്ങൾ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചിലപ്പോൾ ന്യൂസിൽ റിപ്പീറ്റ് ആയിട്ട് കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ പറയുന്ന പല കാര്യങ്ങളും വിശ്വാസവുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് പല കാര്യങ്ങളും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും. അതെല്ലാം നമ്മുടെ ഭരണഘടന നിരോധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന പോലെ തന്നെ സന്താര എന്ന് പറയുന്ന പ്രാക്ടീസ് ആയി കഴിഞ്ഞാലും, അതല്ലെങ്കിൽ ദിഗംബരാസിൻ്റെ വസ്ത്രം ഇടാതെ നടക്കുക എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് ആയി കഴിഞ്ഞാലും, ഇതൊക്കെ ഭരണഘടനാ പ്രകാരം അത് അംഗീകരിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു കാര്യമല്ല. പബ്ലിക് മൊറാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് മാന്യമായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടായിരിക്കണം എന്ന് പറയുന്നതാണ്. ഓക്കെ, സോ ഈ കാര്യം ഷഫീന ഈ ഒരു കാര്യം ക്ലിയർ ആയിട്ടുണ്ടാകും എന്ന് വിചാരിക്കുകയാണ്. ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയണം. ഇത് ക്ലാസ്സിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ കാര്യങ്ങളാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയാതിരുന്നത്, ചോദിച്ചതുകൊണ്ട് മാത്രം പറഞ്ഞതാണ്. യെസ്, അടുത്തത് ആർട്ടിക്കിൾ 26 കേസിലേക്ക് വരുന്ന സമയത്ത് മാനേജ് റിലീജിയസ് അഫയേഴ്സ്, അതായത് ഓരോ കമ്മ്യൂണിറ്റീസിനും അവരുടെ മതപരമായിട്ടുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്യാനുള്ള അവകാശമുണ്ട്. അവിടെ സ്റ്റേറ്റ് ഇൻ്റർഫിയർ ചെയ്യരുത് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസിന് അവരുടെ ആചാര അനുഷ്ഠാനങ്ങൾ വരുന്നുണ്ട്, പള്ളികൾ വരുന്നുണ്ട്, അമ്പലങ്ങൾ വരുന്നുണ്ട്, ക്ഷേത്രങ്ങൾ വരുന്നുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആഘോഷങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വരുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ അതാത് റിലീജിയസ് കമ്മ്യൂണിറ്റീസിനെ പ്രാക്ടീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അവകാശം ഉണ്ട് എന്നാണ് പറയുന്നത്. മാനേജ് റിലീജിയസ് അഫയേഴ്സ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവകാശം ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതിനടുത്തതാണ് നോ ടാക്സ് ഫോർ റിലീജിയസ് പ്രൊമോഷൻ. അതായത് ഒരു റിലീജിയന് മുകളിലും പ്രത്യേകമായിട്ട് ടാക്സ് ചുമത്താൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റിന് സാധിക്കില്ല. നോ ടാക്സ് ഫോർ ദി റിലീജിയസ് പ്രൊമോഷൻ. ഒരു റിലീജിയന് മുകളിലും പ്രത്യേകമായിട്ടുള്ള ഒരു ടാക്സ് ചുമത്തരുത് എന്ന് പറയുന്നുണ്ട്. ഇതിനടുത്തതാണ് റിലീജിയസ് ഇൻസ്ട്രക്ഷൻസ് ഇൻ ദ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്റ്റേറ്റ് ഫണ്ടഡ്, സ്റ്റേറ്റിന് അംഗീകാരം കിട്ടിയിട്ടുള്ളത്, അല്ലെങ്കിൽ സ്റ്റേറ്റിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്, ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ എവിടെയെല്ലാമാണ് ഈ പറയുന്ന റിലീജിയസ് ഇൻസ്ട്രക്ഷൻസ് പ്രൊഹിബിറ്റഡ് ആയിട്ട് വരുന്നത് എന്നുള്ള കാര്യമൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒറ്റ കാര്യം മാത്രം ഓർത്ത് വയ്ക്കുക, സ്റ്റേറ്റ് എയ്ഡഡ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഫണ്ടഡ് ആയിട്ട് വരുന്ന, കംപ്ലീറ്റ്ലി സ്റ്റേറ്റ് എയ്ഡഡ് ആൻഡ് സ്റ്റേറ്റ് ഫണ്ടഡ് ആയിട്ട് വരുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ മതപരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ മതപരമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഓക്കെ, നോ റിലീജിയസ് ഇൻസ്ട്രക്ഷൻ ഇൻ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഓക്കെ, അതായത് പൂർണ്ണമായിട്ടും സ്റ്റേറ്റ് ഫണ്ട് ചെയ്യുന്ന സ്റ്റേറ്റിൻ്റെ കീഴിൽ വരുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ മതപരമായിട്ടുള്ള ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. കാരണം എന്താണ്, നമ്മുടെ പ്രിയമ്പിൾ പറഞ്ഞിട്ടുണ്ട് സെക്യുലറിസം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയുടെ സെക്യുലറിസം എന്ന് പറയുന്നത്, ഒരു കാര്യം ഓർത്ത് വയ്ക്കുക, ഇന്ത്യയിലെ സെക്യുലറിസം എന്ന് പറയുന്നത്, ഓക്കെ, ഇന്ത്യയുടെ സെക്യുലറിസം എന്ന് പറയുന്നത് ഇക്വിഡിസ്റ്റൻറ്റ് ഫ്രം ദി ഓൾ റിലീജിയൻ ആണ്, എല്ലാ റിലീജിയനിൽ നിന്നും. ഓക്കെ, ഈക്വൽ ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, പ്രത്യേകം ഓർത്ത് വയ്ക്കുക, എല്ലാ മതങ്ങളിൽ നിന്നും ഈക്വൽ ഡിസ്റ്റൻസ് പ്ലസ് ഈക്വൽ പ്രോക്സിമിറ്റി. ഓക്കെ, ഈക്വൽ പ്രോക്സിമിറ്റി എന്ന് വെച്ചാൽ എല്ലാ മതങ്ങളോടും ഒരു തുല്യ അകലം പാലിക്കും, എല്ലാ മതങ്ങളോടും ഒരേപോലെ അടുപ്പം കാണിക്കുകയും ചെയ്യും. ഇതാണ് ഇന്ത്യൻ സെക്യുലറിസം എന്ന് പറയുന്നത്. വെസ്റ്റേൺ സെക്യുലറിസം പോലെ സ്റ്റേറ്റും അതുപോലെ തന്നെ ഗവൺമെൻറ്റും മതവും അതുപോലെ തന്നെ ഗവൺമെൻറ്റും സെപ്പറേറ്റ് ആണ് എന്ന് പറയുന്ന കൺസെപ്റ്റ് അല്ല. ഓക്കെ, അതാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യയിൽ സ്റ്റേറ്റ് കൺട്രോൾ ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് ഒരു മതത്തിൻ്റെ കാര്യം മാത്രം അവിടെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു മതത്തിൻ്റെ ഇൻസ്ട്രക്ഷൻസ് മാത്രം പൊതുവിദ്യാലയങ്ങളിൽ നൽകാൻ വേണ്ടിയിട്ട് പറ്റില്ല. അതാണ് ആർട്ടിക്കിൾ 28 എന്ന് പറയുന്നത്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യമാണ്, ഓർത്ത് വയ്ക്കുക. ദെൻ ആർട്ടിക്കിൾ 29 വരുന്നുണ്ട്. ആർട്ടിക്കിൾ 29 എന്ന് പറയുന്നത് പ്രൊട്ടക്ട് ദി കൾച്ചർ അതുപോലെ തന്നെ ലാംഗ്വേജ്, ഈ രണ്ട് കാര്യങ്ങളാണ് വരുന്നത്. ഓക്കെ, ആർട്ടിക്കിൾ 29 എന്ന് പറയുന്നത് പ്രൊട്ടക്ട് ദി കൾച്ചർ ആൻഡ് ലാംഗ്വേജ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വയ്ക്കണം. ഓക്കെ, ആർട്ടിക്കിൾ 29 ഇവിടെ പ്രധാനമായിട്ടും വരുന്നത് പ്രൊട്ടക്ഷൻ ഓഫ് ദി റൈറ്റ്സ് ഓഫ് ദി മൈനോറിറ്റീസ് എന്നാണ് ഇവിടെ ആർട്ടിക്കിൾ 29 ആൻഡ് 30 പറയുന്നത്. പക്ഷേ ആർട്ടിക്കിൾ 29 കേസ് പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ഫോർ എവ്രി പേഴ്സൺ ആണ്. ഓക്കെ, എവ്രി പേഴ്സൺ ആണ്, എല്ലാവർക്കും ഈ പറയുന്ന അവകാശം ലഭിക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 29 എന്ന് പറയുന്നത് മൈനോറിറ്റി പ്ലസ് മെജോറിറ്റിയാണ്. ഓക്കെ, മൈനോറിറ്റി പ്ലസ് മെജോറിറ്റിയാണ്. ഓക്കെ, മൈനോറിറ്റി പ്ലസ് മെജോറിറ്റിയാണ്. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ആർട്ടിക്കിൾ 29 എന്ന് പറയുന്നത് മൈനോറിറ്റി പ്ലസ് മെജോറിറ്റിയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ പ്രൊട്ടക്ട് ദി കൾച്ചർ ആൻഡ് ലാംഗ്വേജ്, അത് രണ്ടുപേരും മൈനോറിറ്റിക്കും, അതായത് ന്യൂനപക്ഷമായി കഴിഞ്ഞാലും അതല്ലെങ്കിൽ ഈ പറയുന്ന ഭൂരിപക്ഷമായി കഴിഞ്ഞാലും രണ്ടുപേരുടെയും അവകാശങ്ങളെ ഒരുപോലെ ആർട്ടിക്കിൾ 29 സംരക്ഷിക്കുന്നുണ്ട്. അടുത്തതാണ് ആർട്ടിക്കിൾ 30 എന്ന് പറയുന്നത്. ഓക്കെ, ആർട്ടിക്കിൾ 30 എന്ന് പറയുന്നത്, ആർട്ടിക്കിൾ 30 എന്ന് പറയുന്നത് മൈനോറിറ്റീസിന് മാത്രമാണ്, ഓർത്തു വയ്ക്കണം. ആർട്ടിക്കിൾ 30 എന്ന് പറയുന്നത് മൈനോറിറ്റീസിന് മാത്രമാണ്. ഇനി മൈനോറിറ്റീസ് എന്ന് പറയുന്ന സമയത്ത് ഏതെല്ലാം വിഭാഗങ്ങളെയാണ് മൈനോറിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് എന്നുള്ളതും കൂടെ ഓർത്തു വയ്ക്കണം. ലിംഗ്വിസ്റ്റിക്,
ഓക്കെ, ലിംഗ്വിസ്റ്റിക്, മതപരമായിട്ടുള്ള ആളുകളെ നമ്മൾ മൈനോറിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ റിലീജിയസ് മൈനോറിറ്റി. ഓക്കെ, മതപരമായിട്ടും അതുപോലെ തന്നെ ഭാഷാപരമായിട്ടും. ഓക്കെ, മതപരമായിട്ടും ഭാഷാപരമായിട്ടുള്ള ആളുകളെ മാത്രമാണ് നമ്മൾ മൈനോറിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ലിംഗ്വിസ്റ്റിക് അതുപോലെ തന്നെ റിലീജിയസ് മൈനോറിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ മൈനോറിറ്റീസ് ക്യാൻ എസ്റ്റാബ്ലിഷ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഈ പറയുന്ന ന്യൂനപക്ഷങ്ങൾക്ക് റിലീജിയസ് സ്ഥാപനങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. മൗലികമായ അവകാശവുമായി ബന്ധപ്പെട്ട മറ്റു വ്യവസ്ഥകൾക്ക് ആർട്ടിക്കിൾ 26 ബാധകമല്ല. എനിക്കത് മനസ്സിലായില്ല. ജസ്റ്റ് ഒന്ന് ഇംഗ്ലീഷിൽ അങ്ങനെ ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് പറയാൻ പറ്റുമോ? എനിക്ക് ആസ് സച്ച് ആ സ്റ്റേറ്റ്മെൻറ്റ് എന്താ ഉദ്ദേശിച്ചെന്ന് എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ പറഞ്ഞതുകൊണ്ട് മൗലിക അവകാശവുമായി ബന്ധപ്പെട്ട മറ്റു വ്യവസ്ഥകൾക്ക് ആർട്ടിക്കിൾ 26 ബാധകമല്ല എന്ന് പറഞ്ഞത് ആസ് സച്ച് എനിക്ക് മനസ്സിലായില്ല. ഓക്കെ, ജസ്റ്റ് അതൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തൊന്ന് പറഞ്ഞു തന്നാൽ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, യെസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ലിംഗ്വിസ്റ്റിക് ആൻഡ് റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, മൈനോറിറ്റിയാണ് വരുന്നത്. അതൊന്ന് ഓർത്ത് വയ്ക്കണം, ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യമാണ്. ഓക്കെ, യെസ്. ഇനി അടുത്ത കൺസെപ്റ്റിലേക്ക് പോവാണ്, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എന്ന് പറയുന്നത്. ഓക്കെ, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന നമ്മുടെ ഭരണഘടനയുടെ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഭരണ സംവിധാനത്തിൻ്റെ തന്നെ ഹാർട്ട് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് സാക്ഷാൽ BR അംബേദ്കർ തന്നെ വിശേഷിപ്പിച്ച ആർട്ടിക്കിളാണ് ഈ പറയുന്ന ആർട്ടിക്കിൾ 32 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കുക, റൈറ്റ് ടു മൂവ് ടു സുപ്രീം കോർട്ട് ഫോർ എൻഫോഴ്സ്മെൻറ്റ് ഓഫ് ദി റൈറ്റ്സ്. അതായത് നമ്മുടെ ഏതെങ്കിലും തരത്തിലുള്ള ഭരണഘടനകൾ ലംഘിക്കപ്പെടുകയാണ്, അല്ലെങ്കിൽ ഭരണഘടനാ അവകാശങ്ങൾ അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്യപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ എനിക്കത് മനസ്സിലായില്ല. മൗലിക അവകാശവുമായി ബന്ധപ്പെട്ട മറ്റു വ്യവസ്ഥകൾക്ക് ആർട്ടിക്കിൾ 26 ബാധകമല്ല. ആർക്കെങ്കിലും ഈ ഒരു കാര്യം എന്താണ് കോണ്ടെക്സ്റ്റ്, കാരണം കോണ്ടെക്സ്റ്റ് എന്താണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്യാം. ജസ്റ്റ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കതിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല, കാരണം അതൊരു ചോദ്യമല്ല, ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. സ്റ്റേറ്റ്മെൻറ്റിൽ ഇപ്പോൾ എനിക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഓക്കെ, ആർക്കെങ്കിലും ആ കാര്യം അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ, എന്താണ് ആ ഒരു സംഭവം എന്നുള്ളത്. ഓക്കെ, ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, ഹാർട്ട് എന്ന് പറയുന്നതും സോൾ എന്ന് പറയുന്നതും ബേസിക്കലി ഒന്ന് തന്നെയാണ്. അതുപോലെ തന്നെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡിഫറൻ്റ് ആയിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യാറുണ്ട്, ഫണ്ടമെൻ്റൽ റൈറ്റ് പ്ലസ് DPSP ഇതാണ് സോൾ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് സാധാരണ പറയാറുണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞത് BR അംബേദ്കർ പറഞ്ഞ കാര്യമാണ്. ഓക്കെ, BR അംബേദ്കർ പറഞ്ഞത് സോൾ ആൻഡ് ഹാർട്ട് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 32 എന്നാണ്. അതല്ലാതെ ജനറൽ ആയിട്ട് നമ്മുടെ ഭരണഘടനയുടെ സോൾ ആൻഡ് ഹാർട്ട് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് സാധാരണ പറയാറുള്ളത് ഫണ്ടമെൻ്റൽ റൈറ്റ് പ്ലസ് DPSP ആണ്. ഓക്കെ, ഫണ്ടമെൻ്റൽ റൈറ്റ് പ്ലസ് DPSP ആണ് സാധാരണ നമ്മൾ സോൾ അല്ലെങ്കിൽ ഹാർട്ട് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് സാധാരണ പറയാറുള്ളത്. ഓക്കെ, യെസ്. ആ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, അവിടെ ഓർത്ത് വയ്ക്കണം. ഇനി ഏതെങ്കിലും തരത്തിൽ നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്യപ്പെടുകയാണെന്ന് വിചാരിക്കുക, നമ്മുടെ മൗലിക അവകാശങ്ങൾ ഏതെങ്കിലും തരത്തിൽ ലംഘിക്കപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് സുപ്രീം കോടതിയെ അല്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, സുപ്രീം കോടതി അല്ലെങ്കിൽ ഹൈക്കോടതിയെ നേരിട്ട് നമുക്ക് സമീപിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുകൊണ്ട് നമ്മൾ നേരിട്ട് സുപ്രീം കോടതി അല്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കുന്നത് കൊണ്ട് ഇത് ഒറിജിനൽ ജുറിസ്ഡിക്ഷനിൽ വരുന്നുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കണം, ഒറിജിനൽ ജുറിസ്ഡിക്ഷനിൽ വരുന്ന കാര്യമാണ് ഈ പറയുന്ന കാര്യമെന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ സുപ്രീം കോടതിയെ സമീപിക്കുകയാണെന്നുണ്ടെങ്കിൽ ആർട്ടിക്കിൾ 32 പ്രകാരം സുപ്രീം കോടതിക്ക് ആർട്ടിക്കിൾ 32 പ്രകാരം 5 റിട്ടുകൾ പുറപ്പെടുവിക്കാൻ വേണ്ടിയിട്ട് പറ്റും. 5 റിട്ടുകൾ സുപ്രീം കോടതിക്ക് പുറപ്പെടുവിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ആ കാര്യം ഓർത്തു വെക്കണം. അതേപോലെ തന്നെ ഹൈക്കോടതിയെ സമീപിക്കുകയാണെന്നുണ്ടെങ്കിൽ ആർട്ടിക്കിൾ 32 പ്രകാരവും ആർട്ടിക്കിൾ 226 പ്രകാരവും ഹൈക്കോടതിനും ഇതേപോലെ തന്നെ റിട്ടുകൾ ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ സുപ്രീം കോടതിയുടെ കേസ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സുപ്രീം കോടതിയുടെ കേസിലേക്ക് വരുന്ന സമയത്ത് അവിടെ റിട്ട് ജുറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ കേസിൽ മാത്രമാണ്. ഓക്കെ, എന്നാൽ ഹൈക്കോടതിയുടെ കേസിലേക്ക് വരുന്ന സമയത്ത് ലീഗൽ റിട്ടും കൂടെ വരുന്നുണ്ട്. അതും കൂടെ ഓർത്ത് വയ്ക്കണം. അപ്പോൾ നമ്മുടെ റെഗുലർ ക്ലാസ്സിൽ വരുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ PYQ ഒക്കെ വായിച്ചിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് ഓൾറെഡി ഈ പറയുന്ന ആർട്ടിക്കിൾസൊക്കെ നിങ്ങൾ കേട്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണാപ്പാടമായിട്ടുണ്ടാകും. കാരണം അത്രയും പ്രാവശ്യം നമ്മൾ ഈ പറയുന്ന ആർട്ടിക്കിൾസും കാര്യങ്ങളൊക്കെ റിപ്പീറ്റ് ആയിട്ട് ഓൾറെഡി പറഞ്ഞു പോയിട്ടുണ്ട്. ഓക്കെ, യെസ്. ഇനി ഇവിടെ ടൈപ്സ് ഓഫ് റിട്ട്സിലേക്ക് വരുന്ന സമയത്ത് പ്രധാനമായിട്ടും 5 റിട്ടുകൾ വരുന്നുണ്ട്. ഹേബിയസ് കോർപ്പസ് വരുന്നുണ്ട്, മാൻഡമസ് വരുന്നുണ്ട്, പ്രൊഹിബിഷൻ വരുന്നുണ്ട്, സെർഷ്യോറി വരുന്നുണ്ട്, കോ വാറൻറ്റ് വരുന്നുണ്ട്. ഇതിൽ ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത് ടു പ്രൊഡ്യൂസ് ദ ബോഡി, ആരെങ്കിലും കാണാതാവുക, തട്ടിക്കൊണ്ടു പോവുക, അബ്ഡക്ഷൻ, ഇങ്ങനത്തെ കേസുകളിലൊക്കെ അയാളെ കോടതിക്ക് മുമ്പാകെ ഹാജരാക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്
ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതാണ് മാൻഡമസ് എന്ന് പറയുന്നത്. മാൻഡമസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പബ്ലിക് ഓഫീസിലിരിക്കുന്ന ഒരു ഓഫീസർ അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി ചെയ്യുന്നില്ല. എങ്ങനെയാണ് പബ്ലിക് ഓഫീസിലിരിക്കുന്ന ഒരു ഓഫീസർ അദ്ദേഹത്തിൻ്റെ പബ്ലിക് ആയിട്ടുള്ള ഡ്യൂട്ടി ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനോട് പറയുന്നതാണ് മാൻഡമസ്. അയാളോട് ആ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് വി കമാൻഡ് എന്ന് പറയുന്നതാണ് മാൻഡമസ്. വി കമാൻഡ് എന്ന് പറയുന്നതാണ് മാൻഡമസ്, ഓർത്തു വയ്ക്കണം. ഇതിനടുത്തതാണ് പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. പ്രൊഹിബിഷൻ എന്ന് പറയുന്നത് ക്വാസി ജുഡീഷ്യൽ അല്ലെങ്കിൽ ജുഡീഷ്യൽ ബോഡികൾക്ക് മുകളിൽ മാത്രമേ പറ്റുള്ളൂ. ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്ന സമയത്ത് പ്രൈവറ്റ്, ഓക്കെ, പ്രൈവറ്റ് പ്ലസ് പബ്ലിക് ആണ്. എന്നാൽ മാൻഡമസ് എന്ന് പറയുന്ന സമയത്ത് പബ്ലിക് മാത്രമാണ് വരുന്നത്. ഓക്കെ, മാൻഡമസ് എന്ന് പറയുന്ന സമയത്ത് പബ്ലിക് ആണ് വരുന്നത്. പ്രൊഹിബിഷൻ എന്ന് പറയുന്ന സമയത്ത് ക്വാസി ജുഡീഷ്യൽ അല്ലെങ്കിൽ ജുഡീഷ്യൽ ബോഡീസ് ആണ്. സെർഷറി എന്ന് പറയുന്നതും ക്വാസി ജുഡീഷ്യൽ അല്ലെങ്കിൽ ജുഡീഷ്യൽ ബോഡിയാണ്. ഓക്കെ, കോ വാറൻ്റ് എന്ന് പറയുന്ന സമയത്ത് പബ്ലിക് ഒഫീഷ്യൽസ് ആണ്, അതായത് പബ്ലിക് ബോഡിയാണ്, അതായത് പബ്ലിക് ആയിട്ടുള്ള ഗവൺമെൻറ് സ്ഥാപനമാണ് വരുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ മാൻഡമസ് എന്ന് പറയുന്ന സമയത്ത് വി കമാൻഡാണ്, ഒരു ജോലി, ഒഫീഷ്യലായിട്ടുള്ള ഒരു ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. പ്രൊഹിബിഷൻ എന്ന് പറയുന്ന സമയത്ത് ജുഡീഷ്യൽ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സ്ഥാപനത്തിനോട് ഹയർ ആയിട്ടുള്ള ഉയർന്ന കോടതി കീഴ്ക്കോടതിയോട് നിങ്ങളൊരു കാര്യം ചെയ്യണ്ട എന്ന് പറയുന്നതാണ്. ദെൻ സെർഷ്വറി എന്ന് പറയുന്നത് പ്രൊഹിബിഷൻ പോലെ തന്നെ നിങ്ങൾ ചെയ്യണ്ട, എന്നിട്ട് അതിനൊരു സൊല്യൂഷനും കൂടെ പറഞ്ഞു കൊടുക്കും. അതാണ് സെർഷ്വറി. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ കേസ് മറ്റൊരു കോടതിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക, അല്ലെങ്കിൽ ആ കേസ് ഞങ്ങൾ പരിഗണിച്ചോളാം എന്ന് മേൽക്കോടതി ആ കേസ് എടുത്ത് നടത്തുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് സെർഷ്വറിയിലേക്ക് വരുന്നത്. അടുത്തതാണ് കോ വാറൻറ്റോ. ഓക്കെ, അതായത് എന്ത് വാറൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങളൊരു പബ്ലിക് ഓഫീസ് ഓക്യുപ്പൈ ചെയ്യുന്നത് എന്നതാണ് കോ വാറൻറ്റോ എന്ന് പറയുന്നത്. അതും ഇഷ്യൂ ചെയ്യുന്നത് പബ്ലിക് ഒഫീഷ്യൽസിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. 5 റിട്ടുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ റിട്ടും എന്തുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നു എന്നുള്ള കാര്യങ്ങളും കൂടെ ഓർത്ത് വയ്ക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു കാര്യം ഓർത്ത് വയ്ക്കുക, ഹൈക്കോടതിയുടെ റിട്ട് ജുറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത് സുപ്രീം കോടതിയുടെ റിട്ട് ജുറിസ്ഡിക്ഷനേക്കാളും വലുതാണ്. ഓക്കെ, യെസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വയ്ക്കണം. ഓക്കെ, യെസ്. ഞാൻ ഇന്നത്തെ ദിവസം DPSPയും അതുപോലെ തന്നെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയും കൂടെ കവർ ചെയ്യാം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് കണ്ടിന്യൂസ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഒന്ന് എൻ്റെ എനർജിയും പോയിട്ടുണ്ട്. രണ്ടാമത്തെ ഏകദേശം ഒരു 10 മണി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ തൽക്കാലം നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ജസ്റ്റ് ഒന്ന് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ഞാൻ ഇതിൻ്റെ റെക്കോർഡഡ് വീഡിയോ ഞാൻ എന്ത് ചെയ്യുന്നതായിരിക്കും, അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അത് തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് ഒരു സ്റ്റെക്കൊന്നും ഇല്ലാതെ കൃത്യമായിട്ട് അത് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, യെസ്. ഓക്കെ, സോ താങ്ക് യു എവരി വൺ, ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, യെസ്, താങ്ക് യു.